ഇന്ന് രാത്രി പറ, പിശാചേ, നീ എന്റെ മുമ്പിൽ പരാജയപ്പെടുന്നത് ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കാണും. ധൈര്യത്തോടൊന്ന് പറഞ്ഞേ, നീ എന്റെ മുമ്പിൽ പരാജയപ്പെടുന്നത് എന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കാണും. സ്തോത്രം. ആമേൻ പറയുന്നവർ സ്വീകരിക്കണം ഇത്. സ്തോത്രം. പൈശാചിക മണ്ഡലം ഏതൊക്കെ ഇട്ട്, എന്തൊക്കെ പ്രശ്നങ്ങളിട്ട്, എത്രയൊക്കെ ബുദ്ധിമുട്ടിട്ട് നിന്നെ തകർക്കാൻ നോക്കിയാലും ഈ പകലിൽ ഞാനൊരു ദൂത് പറയാ, നിനക്ക് വേണ്ടി സ്വർഗം ഇറങ്ങി വരും. നിന്നെ സ്വർഗം കരം പിടിച്ച് നടത്തും. അത് പൈശാചിക മണ്ഡലം കാണും. പൈശാചിനാൽ നടത്തപ്പെടുന്നവരത് കാണും. അവന്റെ കിങ്കരന്മാരത് കാണും. ഇന്ന് രാത്രി എത്ര പേർ ഈ ദൂത് സ്വീകരിക്കാൻ തയ്യാറാകുന്നു? സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇങ്ങനെ വിളിച്ചു പറയാ, ഈ മുറിക്കകത്തിരിക്കുന്ന, ഈ റൂമുകൾക്കകത്തിരിക്കുന്ന ചിലതിനു വേണ്ടി സ്വർഗം ഇറങ്ങി വരുന്ന അസാധാരണ വെളിപ്പാടുകൾ വെളിപ്പെട്ട് അസാധാരണ വിടുതലുകൾ വ്യാപരിച്ചു വരുന്ന ഒരു ദിവസമായി. ദിവസം ഒന്ന് ആത്മാവിൽ ഞാൻ പറയുമ്പോൾ കരമടിച്ചത് സ്വീകരിക്കേണ്ടവർ ഈ രാത്രിയിൽ ഒന്ന് കരമടിച്ചൊന്ന് സ്വീകരിച്ച് ദൈവികമായിട്ടുള്ളത് വെളിപ്പെട്ട് വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് പകലിൽ ഈ രാത്രിയിൽ അത് സംഭവിക്കട്ടെ. പന്നപ്പിശാചിന്റെ പന്ന പദ്ധതികളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ രാത്രി ഞാൻ ബ്രേക്ക് ചെയ്ത് കളയാ. ചില ചോദ്യങ്ങൾക്ക് ആൻസർ ഉണ്ടാകുന്ന രാത്രിയായി ഇത്. വർഷിപ്പ് ലീഡ് ചെയ്ത അഭിഷിക്തൻ ഇങ്ങനെ പാട്ടിന്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ചില ചോദ്യങ്ങൾക്ക് ആൻസർ ലഭിക്കുന്ന ഒരു രാത്രിയായി ഇത്. വിശ്വസിക്കുന്നവർ ഞാനും അത് ഏറ്റെടുക്കുക, അതേ ദൂത് ഞാൻ കൈമാറുക. ചില ക്വസ്റ്റ്യന്, ചില ചോദ്യങ്ങൾക്ക് ഈ രാത്രിയിൽ ആൻസർ ലഭിക്കാൻ പോവുക. പരിശുദ്ധാത്മാവിൽ ഇത് വിളിച്ചു പറയുമ്പോൾ പരിശുദ്ധാത്മാവിൽ അതൊന്ന് സ്വീകരിച്ചു തുടങ്ങാമോ? ചില ക്വസ്റ്റ്യന് സ്വർഗം നിനക്ക് ആൻസർ തരുന്ന രാത്രിയാ. ആമേൻ, 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 ആമേൻ. രക്തത്താൽ ജയമെടുക്കുന്നു. സ്തോത്രം. ധൈര്യത്തോടിരിക്കെ കർത്താവ് നിങ്ങളെ ഉയർത്തുന്ന രാത്രിയാ. സ്തോത്രം. വായിച്ചാട്ടെ, അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം അതിന്റെ 6 മുതൽ താഴോട്ടൊന്ന് വായിച്ചു തരണമേ. ആരെങ്കിലും ഒരാൾ ശബ്ദം ഉയർത്തി വായിക്കണം. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം അതിന്റെ 6 മുതൽ ഒന്ന് വായിച്ചു തരണമേ. ഹേരോദ് അവനെ ജനത്തിന് മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലകൾ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിന്റെ മുമ്പിൽ കാവൽക്കാർ കാരാട്ടച്ച് കാത്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കയ്യിന്മേൽ നിന്ന് വീണുപോയി. ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവൻ പിന്നാലെ ചെന്നു. ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്നറിയാതെ താൻ ഒരു ദർശനം കാണുന്നുവെന്ന് നിരൂപിച്ചു. അവർ ഒന്നാം കാവലും 2-ാമത്തേതും കടന്നു. പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിക്കലെത്തി. അത് അവർക്ക് സ്വതവേ തുറന്നു. അവർ പുറത്തിറങ്ങി തെരുവ് കടന്നു. ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. മതി. വളരെ അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗത്തിനായി കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഈ രാത്രി എനിക്കറിയാം, ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. സ്തോത്രം. ഏറ്റവും വലിയ പ്രവചനം എന്ന് പറയുന്നത് തിരുവചനമാണ്. വചനം കഴിഞ്ഞിട്ടുള്ള എല്ലാമേ ഉള്ളൂ താഴെയാ, വചനത്തിന് താഴെയാ സകലതിലും. അതുകൊണ്ട് ഇന്ന് രാത്രി ഒരു കാര്യം പറയും, ഈ വചനം ഇവിടെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അസാധാരണ ദൈവിക വിടുതൽ ചില കുടുംബങ്ങൾക്കകത്ത് സംഭവിക്കുമെന്ന് പരിശുദ്ധാത്മാവി ഞാൻ വിളിച്ചു പറയാം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാത്രിയിൽ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ്, ചിന്തിക്കാൻ പോകുന്ന സബ്ജക്റ്റ് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സബ്ജക്റ്റ്. എന്നെ നടത്തിയ, എന്നെ ഇവിടം വരെ എത്തിച്ച, എന്നെ മാനിച്ച, എന്നെ വഴികൾ എനിക്ക് വേണ്ടി തുറന്നു തന്ന ഒരു സബ്ജക്റ്റാണ് ഈ രാത്രി ഞാൻ എടുക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് വായിച്ചിരിക്കുന്നത്. പത്രോസിന്റെ ചരിത്രമാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. അനേക പ്രാവശ്യങ്ങൾ, അനേക സ്റ്റേജുകൾ, അനേക രാജ്യങ്ങളിൽ ഞാൻ ഇത് ശുശ്രൂഷിക്കാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. നിങ്ങളുടെ രാജ്യത്തും നിങ്ങളുടെ ഇടയിലും കർത്താവിൽ ആശ്രയിച്ച് ഞാൻ ഇത് ശുശ്രൂഷിക്കട്ടെ. എന്റെ സബ്ജക്റ്റിന്റെ പേര് ഒരു ദൂതന്റെ ആവശ്യകത എന്നുള്ളൊരു സബ്ജക്റ്റാണ്. സ്തോത്രം. ശ്രദ്ധിച്ചിരിക്കണമേ. ഒരു ദൂതന്റെ ആവശ്യകത. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇതൊന്ന് ഹൃദയത്തിനകത്ത് എന്നെ ഓവർടേക്ക് ചെയ്ത് ആരും ചിന്തിച്ചു പോകരുത്. സ്തോത്രം. എനിക്കറിയാം, എന്നെ കഴിഞ്ഞും വചനം അറിയാവുന്നവർ, എന്നെ കഴിഞ്ഞും എക്സ്പീരിയൻസ് ഉള്ളവർ, പ്രായമുള്ളവർ, പരിചയമുള്ളവരൊക്കെ ഉണ്ട് ഇതിനകത്ത്. പക്ഷെ എന്നെ ഓവർടേക്ക് ചെയ്ത് ദയവായിട്ട് ചിന്തിക്കരുത്, എൻ്റെ കൂട്ടത്തിൽ വരണം. സ്തോത്രം. നമ്മുടെ സബ്ജക്റ്റിന്റെ പേര് ഒരു ദൂതന്റെ ആവശ്യകത. സ്തോത്രം. ഹല്ലേലൂയ. ഹൃദയത്തിൽ അല്ലെങ്കിൽ അടുത്തിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ല ഒറ്റയ്ക്കാണെങ്കിൽ ധൈര്യമായിട്ട് പോയിന്റ് ഒന്ന് പറയണം. മെസ്സേജ്
മെസ്സേജിന്റെ ടൈറ്റിൽ ഒന്ന് പറയണം, എൻ്റെ ഒരു ദൂതന്റെ ആവശ്യകത. ഇത് ധൈര്യമായിട്ടൊന്ന് പറഞ്ഞൊന്ന് ഹൃദയത്തിനകത്തൊന്ന് ഫലിപ്പിക്കണേ. കാരണം പരിശുദ്ധാത്മാവ് ഇതിനകത്തോട്ട് ചില കാര്യങ്ങൾ ഈ രാത്രി ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ സബ്ജക്ട് ഒരു ദൂതന്റെ ആവശ്യകത. ഇത്രയുള്ള സംഭവം. പത്രോസ് എന്ന് പറയുന്ന അതിശക്തനായ മനുഷ്യൻ, പത്രോസ് എന്ന് പറയുന്ന സുവിശേഷകൻ, പത്രോസ് എന്ന് പറയുന്ന ദൈവദാസനെ ഹെരോദാവ്, സ്തോത്രം, ഇപ്പോൾ കാരാഗ്രഹത്തിനകത്ത് പിടിച്ചിട്ടിരിക്കുക. എന്തിനാ കാരാഗ്രഹത്തിനകത്ത് പിടിച്ചിട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്തോത്രം, ഇത് ശ്രദ്ധിച്ച് കേൾക്കണമേ. യെസ്, കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് യോഹന്നാന്റെ സഹോദരനായ യാക്കോബ് എന്ന് പറയുന്ന സുവിശേഷകനെ പിടിച്ചു അറസ്റ്റ് ചെയ്തിട്ടു. ഇടുക മാത്രമല്ലായിരുന്നു, അവനെ വാളുകൊണ്ട് വെട്ടിക്കുന്നു. വാളുകൊണ്ട് വെട്ടിക്കുന്നത് യഹൂദന്മാർക്ക് ഇഷ്ടമായതുകൊണ്ട്, സ്തോത്രം, ശ്രദ്ധിച്ചു കേൾക്കണമേ, യഹൂദന്മാർക്ക് യഹൂദനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി പത്രോസിനെ പിടിച്ചിട്ടിരിക്കുക. മനസ്സിലാക്കണം, ഈ ദൂത് മനസ്സിലാക്കി എന്റെ കൂടത്തിൽ വരണം. സ്തോത്രം. യോഹന്നാന്റെ സഹോദരനെ യാക്കോബിനെ വെട്ടിക്കൊന്നത് യഹൂദന്മാർക്ക് ഇഷ്ടമായതുകൊണ്ട് ഇപ്പൊ ഹെരോദാവ് പത്രോസിനെ പിടിച്ചിട്ടിരിക്കുക. എന്തിനാണെന്നറിയാവോ? വാളുകൊണ്ട് വെട്ടിക്കൊല്ലാൻ. സ്തോത്രം, ഹല്ലേലൂയ. എന്തിനാ? യഹൂദന്മാരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി. സ്തോത്രം. എന്നാൽ ഇതിനകത്ത് എന്നെ ബലപ്പെടുത്തിയ ഒരു ദൂത് ഞാൻ പരിശുദ്ധാത്മാവ് പറയട്ടെ. പോയിന്റിനകത്തോട്ട് കയറുന്നതിന് മുമ്പേ 2-3 ദൂത് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, ഹെരോദാവിന് ആള് മാറിപ്പോയി. സ്തോത്രം. ഹെരോദാവിന് ആളെ മനസ്സിലായില്ല. കാരണം പത്രോസിൽ കിടക്കുന്ന വാഗ്ദത്തം അസാധാരണ വാഗ്ദത്തമാ. സ്തോത്രം. അത് കാരാഗ്രഹത്തിനകത്ത് കിടന്ന് തീരാനുള്ളതല്ല. അത് ഹെരോദാവിന്റെ വായ്ത്തലയ്ക്ക് തീരാനുള്ളതല്ല. ഹെരോദാവിന്റെ വെട്ടേറ്റ് താഴെ വീഴാനുള്ളതല്ല. പത്രോസിൽ കിടക്കുന്ന വാഗ്ദത്തം ഇന്ന് പകൽക്കാലം ഒരു ദൂത് വിളിച്ചു പറയാ, വേണ്ടവരത് ഏറ്റെടുത്തോണം. വാഗ്ദത്തമുള്ളതിനെ കുടുക്കിക്കളയാൻ, വാഗ്ദത്തമുള്ളതിനെ തീർത്ത് കളയാൻ പൈശാചിക മണ്ഡലം കൊണ്ടുവരുന്ന സകല പദ്ധതികളെ ഈ വാക്കുകൾക്ക് മുമ്പിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത് ബ്രേക്കപ്പ് ആകുക എന്ന് പരിശുദ്ധാത്മാവിനെ ഞാൻ വിളിച്ചു പറയാ. സ്വീകരിച്ചു തുടങ്ങിക്ക്. വാഗ്ദത്തമുള്ളതിനെ കൊടുക്കാൻ, വാഗ്ദത്തമുള്ളതിനെ പൂട്ടിക്കളയാൻ, വാഗ്ദത്തമുള്ളതിനെ തുറന്നു വിടാതിരിക്കാൻ, വാഗ്ദത്തമുള്ളതിനെ ഒതുക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് പകലിപ്പെടുക. ശുഭന്റെ നാമത്തിൽ ധൈര്യത്തോടെ ഈ ദൂതം ഏറ്റെടുത്ത് നിന്നെ നോക്കി പരിശുദ്ധാത്മാവ് പറയാ, വാഗ്ദത്തമുള്ളതിനെ ഒതുക്കാൻ നിൽക്കുന്ന ചില അന്യായ പോരുകൾ ഈ സമയത്ത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബ്രേക്ക് ആകുന്ന കാഴ്ച സ്വർഗം എന്നെ കാണിക്കുക. അത് രോഗശക്തിയാകട്ടെ, അത് പൈശാചിക മണ്ഡലമാകട്ടെ, അത് ഏത് വിഷയമാകട്ടെ, വാഗ്ദത്തമുള്ള നിന്നോട് മാത്രം പോരാടി നിൽക്കുന്ന ചില പോരുകളെ ഈ പകല് ബ്രേക്ക് ചെയ്യുക. ഈ രാത്രി അതിനെ ബ്രേക്ക് ചെയ്യുക. ആത്മാവിനൊന്നും ആരാധിച്ച് കയറാൻ ശുഭന്റെ നാമത്തിൽ ജയമെടുക്കുക. ക്രിസ്തുവിന്റെ നാമത്തിൽ ജയമെടുക്കുക. സൂമാന്ന് നോക്കരുത്, സൂം പ്ലാറ്റ്ഫോമാന്ന് നോക്കണ്ട. ആരാധിക്കേണ്ടവരെ ആരാധിച്ച് ജയമെടുത്തു. സ്തോത്രം. പെന്തക്കോസ്ത് ജനത്തോടാ ഈ രാത്രി ഞാൻ സംസാരിക്കുന്നത്. സ്തോത്രം. അന്യഭാഷ വരം ലഭിച്ചവർ ആരാധിച്ചു തുടങ്ങ്. ചില പൈശാചിക തന്ത്രങ്ങൾ പോട്ടെ. നമ്മൾ പെന്തക്കോസ്തുകാരല്ല, നമ്മൾ പെന്തക്കോസ്തുകാരാ. ഇന്ന് പകരി ഈ രാത്രി പറയുക, അന്യഭാഷ വരം ലഭിച്ചവർ ആത്മാവിലൊന്ന് നൃത്തം ചെയ്തു തുടങ്ങ്. ചിലത് പൊട്ടുന്ന രാത്രിയാ, ചിലത് ബ്രേക്ക് ആകുന്ന രാത്രിയാ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജയമെടുക്കുക. നിന്നെ ഒതുക്കിക്കളയാൻ, നിന്റെ വാഗ്ദത്തത്തെ തകർത്തു കളയാൻ, നിന്റെ ശുശ്രൂഷയെ ചോദ്യം ചെയ്യുവാൻ, നിന്റെ മുന്നോട്ടുള്ള ആഗമനത്തിന്റെ സ്പീഡ് കുറയ്ക്കാൻ ശ്രമിക്കുന്ന പദ്ധതികൾ ഈ രാത്രി ബ്രേക്ക് ആകുക. ശുഭന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. വേണ്ടവരിതൊന്ന് സ്വീകരിച്ച്. സ്തോത്രം. ഹെരോദാവിന് ആള് മാറിപ്പോയി. സ്തോത്രം. യാക്കോബല്ല, പത്രോസ്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ പറയുക, നിനക്കെതിരെ പിശാചി പോരാടുമ്പോ പോരാട്ടം കണ്ട് തളർന്നിരിക്കരുത്, പോരാട്ടം കണ്ട് ഭയപ്പെട്ടിരിക്കരുത്, പോരാട്ടം കണ്ട് ഒതുങ്ങിയിരിക്കരുത്. സ്തോത്രം. കാരണം നിന്റെ വാഗ്ദത്തം വലുതാ, നിന്നോടുള്ള വാഗ്ദത്തം വലുതാ. സ്തോത്രം. ഒരു കോണിലൊതുക്കാൻ, ഒരു മൂലയിൽ ഒതുക്കാൻ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ദൂത് പറയാ. ഒരു മൂലയിൽ ഒതുക്കിക്കളയാൻ നിൽക്കുന്ന, വാഗ്ദത്തത്തിനെതിരെ നിൽക്കുന്ന പൈശാചിക ശക്തികൾ ഈ പകലിൽ പൊട്ടുക, ഈ രാത്രി പൊട്ടുക.
ആത്മാവിലും ആരാധിക്കാൻ എത്ര പേർ തയ്യാറാകും? സ്തോത്രം. ആ കുഞ്ഞുമായിട്ടിരിക്കുന്ന സഹോദരി ജിന്നോ, സ്തോത്രം, എഴുതി വെച്ചിരിക്കുന്ന ആ പരിശുദ്ധാത്മാവ് ഈ രാത്രി നിന്നോട് സംസാരിക്കുക. നിന്നെ ഒതുക്കി കളയുവാൻ, നിന്നെ ഒറ്റപ്പെടുത്തി കളയാൻ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു. നിന്നെ ഒറ്റപ്പെടുത്തി കളയുവാൻ, നിന്നെ തകർത്തു കളയുവാൻ, നിന്റെ ശരീരത്തോട്, നിന്റെ ജീവിതത്തോട്, നിന്റെ നന്മകളോട് പോരാടി നിൽക്കുന്ന പന്നപ്പിശാചിന്റെ പദ്ധതി ഈ വാക്കുകൾ വ്യാപരിക്കുന്ന സമയത്ത് നിന്റെ മുറിക്കകത്ത് സ്വർഗീയ ദൂതന്മാരിറങ്ങി ചിലത് വെട്ടിക്കളയുന്ന കാഴ്ച പരിശുദ്ധാത്മാവിനെ കാണിക്കുക. ഈ പകലിൽ ആരാധിച്ച് ജയമെടുത്തു. റാബാന ഷാര ധന ധര ധര അർത്ഥന രഗധന ധര വൈഡര ചുടമ ശമന റമന റമന അന്ധുരിമന രഗധനാധര വൈഡത്തര ധനാധരാധര. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുക. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജയമെടുക്കുക. ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു, ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. വാഗ്ദത്തമുള്ളതിനെ ഒതുക്കാൻ നിൽക്കുന്ന പൈശാചിക ശക്തികൾ ഈ പകൽക്കാലം, ഈ രാത്രിയിൽ കീഴടങ്ങുന്ന ദിവസമാണെന്ന് പരിശുദ്ധാത്മാവി ഞാൻ പറയുമ്പോൾ എത്ര പേരത് ആമേൻ പറഞ്ഞു സ്വീകരിക്കും? ആമേൻ പറഞ്ഞു സ്വീകരിക്കും. ആമേൻ പറഞ്ഞു സ്വീകരിക്കും. റാബാന ശരാധനാധരാധര അർത്തുരിമാന രഗധന ഉടമ ശവന വൈഡര ജന ധര ധരാധര. ശുഭന്റെ നാമത്തിൽ ജയമെടുക്കുക. സ്തോത്രം. ദൈവികമായിട്ടുള്ള വിടുതലുകൾ ഇന്ന് ഈ ജനത്തിനിടയിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഒന്ന് പറ, പിശാചിനെ നോക്കി ഉറക്കായിരിക്കുന്നിടത്ത് ഇരുന്ന് ഓഫീസ് അല്ലെങ്കിൽ ഓഫീസ് അല്ലെങ്കിൽ ധൈര്യത്തോടെ പറഞ്ഞു തുടങ്ങി. ഓഫീസ് അല്ല, നിന്റെ വീടാണെങ്കിൽ, നിന്റെ വാഹനമാണെങ്കിൽ, എവിടെ ആണെങ്കിൽ ധൈര്യത്തോടെ വിളിച്ചു പറ. പിശാച് കേൾക്കട്ടെ. എടാ പന്ന പിശാച്, ഇങ്ങനെ തന്നെ പറ, പന്ന പിശാച്, ഞാൻ വാഗ്ദത്തമുള്ളവളാ, വാഗ്ദത്തമുള്ളവനാ. സ്തോത്രം. ശുഭന്റെ നാമത്തിൽ ആ വാക്കുകൾ ഇവിടെ റിലീസ് ആകട്ടെ. ആ വാക്കുകൾ കേൾക്കട്ടെ ദൈവശബ്ദമായി. ആ വാക്കുകളെ ദൈവം ഏറ്റെടുക്കട്ടെ, സ്വർഗം ഏറ്റെടുക്കട്ടെ. റാബാന ശാരാധനാധന വാഗ്ദത്തമുള്ളവനെ ഒതുക്ക. ജോബി പുന്നവേലി. സ്തോത്ര. പരിശുദ്ധാത്മാവിനോട് ദൂത് പറയാൻ പറയുന്നു. വാഗ്ദത്തമുള്ള നിന്നെ, ശുശ്രൂഷയുള്ള നിന്നെ ഒതുക്കി കളയാൻ വേണ്ടി ചില മാനുഷിക വാക്കുകളും കരങ്ങളും പ്രവർത്തിക്കുമ്പോൾ ഈ പകൽക്കാല സ്വർഗം പറയാ, നീ പുറത്തു വന്ന് ആ സാധാരണമായിട്ട് പ്രയോജനപ്പെടുന്ന ഒരു തലം വെളിപ്പെടുന്ന കാഴ്ച സ്വർഗം എന്നെ കാണിക്കുക. സ്വീകരിച്ചാമേൻ പറ. ഹല്ലേലൂയ. സ്തോത്രം. ഇതിനകത്ത് എന്നെ ബലപ്പെടുത്തിയ 2 ദൂത് കിടപ്പുണ്ട്. അത് പറഞ്ഞേച്ച് ജോഷുവച്ച. സ്തോത്രം. നമുക്ക് മുന്നോട്ട് പോവാ. സ്തോത്രം. ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾ പരിചയക്കാരല്ല. സ്തോത്രം. ക്രിസ്തുവിൽ ഞങ്ങൾ ഒന്നാണ്. സ്തോത്രം. ഞാനത് വിശ്വസിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. എന്നെ ബലപ്പെടുത്തിയ 2 ദൂത് പറയാവേ. എന്നിട്ട് ഞാൻ ദൂതന്റെ ആവശ്യകത എന്തെന്നാണ് വിശദമായിട്ട് പറഞ്ഞ് എനിക്ക് ലഭിച്ച സമയത്തിനകം. സ്തോത്രം. ഇവിടെ 12:30 കഴിഞ്ഞു. സ്തോത്രം. ഉച്ചയ്ക്ക് 12:30 പെട്ടെന്ന് തന്നെ ഞാൻ നിർത്തിക്കോളാം. സ്തോത്രം. എന്നെ ബലപ്പെടുത്തിയ കാര്യമുണ്ട്. ഹെരോദാവ് അവനെ ജനത്തിന് മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ, നിങ്ങൾ ആ പുസ്തകം കൂടെ വേണമെങ്കിൽ നോക്കിയോ. ഹെരോദാവ് അവനെ, പത്രോസിനെ ജനത്തിന് മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ കാരാഗ്രഹത്തിനകത്ത് ദൂതൻ ഇറങ്ങി. സ്തോത്രം. അങ്ങനെയല്ലേ അവിടെ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അതിന്റെ ഇടയ്ക്ക് ഞാൻ വിട്ടു, എന്നാലും ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഹെരോദാവ് അവനെ ജനത്തിന് മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ കാരാഗ്രഹത്തിനകത്ത് ദൂതൻ ഇറങ്ങിയെന്ന്. സ്തോത്രം. എത്ര കർത്താവ് നമ്മളെ എങ്ങനെ കരുതുന്നതെന്ന് നോക്കിയ. സ്തോത്രം. എങ്ങനെയാ ഹെരോദാവ് ഈ സമയത്ത് സ്തോത്രം ഓർഡർ കൊടുത്തേച്ച്. ഏത് സമയത്താ? ദൂതൻ ഇറങ്ങിയ സമയത്ത് ഓർഡർ കൊടുത്തിരിക്കുക. പട്ടാളക്കാരുടെ മിലിറ്ററിയുടെ കയ്യിൽ ഓർഡർ കൊടുത്തിരിക്കുക. നാളെ രാവിലെ, എന്റെ ഭാവനയാ, നാളെ രാവിലെ 10 മണിക്ക് കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്ന പത്രോസിനെ വന്ന് കൂട്ടിയിട്ട് പോയിട്ട് ഒരു വാഹനത്തെ കയറ്റി സ്റ്റേഡിയത്തിൽ കൊണ്ടുപോയി പോഡിയത്തിനകത്ത് നിർത്തി. ആൾക്കാരെല്ലാം, സകല യഹൂദന്മാരും കൂടിയിരിക്കുമ്പോൾ, നാട്ടുകാരും കൂടിയിരിക്കുമ്പോൾ ഒരു പടയാളി നടന്നു വന്ന് വാളെടുത്ത് എല്ലാവരുടെ മുമ്പിൽ വെച്ച് അവന്റെ തല വെട്ടിക്കളയണമെന്ന് ഓർഡർ കൊടുത്തിട്ട് തലേ രാത്രിയിൽ ആ ഓർഡർ നടപ്പാകുന്നത് സ്വപ്നം കണ്ടുകൊണ്ട് മട്ടുപ്പാവിൽ മലന്ന് കിടക്കുമ്പോൾ, എന്റെ ഭാഷ പറയാ, ഹെരോദാവ് അറിയാതെ, ചർച്ച് അറിയാതെ, പത്രോസ് അറിയാതെ, ആരും അറിയാതെ കാരാഗ്രഹത്തിനകത്ത് ദൂതൻ ഇറങ്ങിയെങ്കിൽ, ഇന്ന് രാത്രി കേട്ടോ, കാരാഗ്രഹത്തിനകത്ത് ദൂതൻ ഇറങ്ങിയെങ്കിൽ, എന്റെ ഒരു ഭാഷ പറയുകയാണ്, 8 മണിക്കൂറോ 10 മണിക്കൂറോ പുറകിൽ, അല്ലെങ്കിൽ ടാർഗറ്റ് നടക്കേണ്ടത്, പൈശാചിക മണ്ഡലം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന പദ്ധതി നടക്കേണ്ടതിന്റെ ചില മണിക്കൂറുകൾക്ക് പുറകിൽ സ്വർഗം ദൂതനെ കാരാഗ്രഹത്തിനകത്ത് ഇറക്കിയെങ്കിൽ, ഈ രാത്രി പരിശുദ്ധ
പരിശുദ്ധാത്മാവി ഞാൻ പറയുക, നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ ശരീരത്തിനെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ ഭാവിക്കെതിരെ പൈശാചിക മണ്ഡലം പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്ന ആ പദ്ധതി നടപ്പാക്കുന്നതിന്റെ പുറകിൽ നിനക്ക് വേണ്ടി സ്വർഗം ഇറങ്ങാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എത്ര പേര് ദൂത് വിശ്വസിച്ച് ആമേൻ പറയും? നിനക്ക് വേണ്ടി സ്വർഗം ഇറങ്ങാൻ പോകുകയെന്ന് പരിശുദ്ധാത്മാവിൽ ഈ രാത്രി ഞാൻ ദൂത് വിളിച്ചു പറയുക. പൈശാചിക മണ്ഡലം എഴുതി വെച്ചത് അവിടെ നിൽക്കട്ടെ. പൈശാചിക മണ്ഡലത്തിന്റെ ടാർഗറ്റ് അവിടെ നിൽക്കട്ടെ. പൈശാചിക മണ്ഡലം വെളിപ്പെടുത്തിയത് അവിടെ നിൽക്കട്ടെ. അവന്റെ പദ്ധതികളും പ്ലാനുകളും അവിടെ നിൽക്കട്ടെ. അതൊക്കെ നിലനിൽക്കുമ്പോ ആ പദ്ധതികൾ നടപ്പാക്കുന്നതിന് പിറകിൽ സ്വർഗം ഇറങ്ങാൻ പോവുകയാണ്. രക്തത്താൽ ജയമെടുക്കുക, വചനത്താൽ ജയമെടുക്കുന്നു. എത്ര പേര് ദൂത് സ്വീകരിക്കും? നീ ആരെയാ ഭയപ്പെടുന്നത്? ആരാ നിന്നോട് പറഞ്ഞത്? ആരാ പറഞ്ഞത് ആരുമില്ലാത്തവനാ ഞാനെന്ന്? ആരാ പറഞ്ഞത് ആരുമില്ലാത്തവളാ ഞാനെന്ന്? കഴിവില്ലാത്തവളാണെന്ന്, കഴിവില്ലാത്തവനാണെന്ന്, ബുദ്ധിയില്ലാത്തവനാണെന്ന്, കപ്പാസിറ്റി ഇല്ലാത്തവനാണെന്ന് ആരാ വിളിച്ചു പറഞ്ഞത്? പരിശുദ്ധാത്മാവ് ഈ രാത്രി പറയുക, നിന്റെ ചിന്തയല്ല എന്റെ ചിന്ത, നിന്റെ വിചാരമല്ല എന്റെ വിചാരം. ഇന്ന് രാത്രി ഈ ദൂത് കേട്ട ആമേൻ പറഞ്ഞു, നിനക്ക് വേണ്ടി തലേ രാത്രി ഇറക്കുന്ന ദൂതന്മാർ ശുഭന്റെ നാമത്തിൽ ജയമെടുക്കുക, ശുക്രിസ്തുവിന്റെ നാമത്തിൽ ജയമെടുക്കുക. ഇന്ന് രാത്രി ആമേൻ പറഞ്ഞ് സ്വീകരിക്കാവോ? സ്തോത്രം. അസാധാരണ അത്ഭുതങ്ങൾ നടക്കുന്നത് പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു. സ്തോത്രം. ഈ രാത്രി അത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുക, പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തി തരിക. ചില പൈശാചിക ടാർഗറ്റുകൾ സ്വർഗം ഇങ്ങനെ പറയാൻ പറയുന്നു. ചില പൈശാചിക ടാർഗറ്റുകൾ എഴുതി വെച്ചിരിക്കുന്ന ചില രേഖകൾ, പൈശാചിക മണ്ഡലം ഇങ്ങനെ ആകത്തുള്ളൂ എന്നും പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന ചില മേഖലകൾ ദാ ഈ രാത്രിയില് ഈ വചനത്തിന് മുമ്പിൽ കീറിപ്പോകുന്ന കാഴ്ച സ്വർഗം എന്നെ കാണിച്ച് ഈ രാത്രി വിളിച്ചു പറയാ. ചില രേഖകളെ സ്വർഗം കീറുന്ന രാത്രിയാ. ആമേൻ പറഞ്ഞു സ്വീകരിക്ക. ചില രേഖകളെ സ്വർഗം കീറിക്കളയ, ചില രേഖകളെ സ്വർഗം കീറിക്കളയ. ആമേൻ പറഞ്ഞ് ആരാധിച്ച് ജയമെടുക്ക്. പിശാച് എഴുതിയതല്ല നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. പിശാചിന്റെ പദ്ധതിയല്ല നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഈ രാത്രി ആമേൻ പറഞ്ഞ് സ്വീകരിക്ക. ചിലതിനെ ഒറ്റപ്പെടുത്തുന്ന, ചിലതിന്റെ കുടുംബജീവിതത്തോട് പോരാടുന്ന, ചിലതിന്റെ വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങളോട് പോരാടി, ചിലതിന്റെ രേഖകൾ എഴുതിയിരിക്കുന്ന ആ പൈശാചിക മണ്ഡലത്തെ ഈ രാത്രി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുക. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുക. നിന്റെ നടക്കുകയെന്ന് പറയുന്ന വിഷയത്തിനകത്ത് സ്വർഗം ഈ രാത്രി ദൂതന്മാരെ ഇറക്കുന്ന രാത്രിയാ. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ പറഞ്ഞു, ഇന്ന് രാത്രി ആരുടെയൊക്കെ ഭയങ്ങൾ മാറിപ്പോവാ. ഈ രാത്രി സ്വർഗം എന്നോട് പറയുന്നു, നടക്കുകയല്ല. നീ എഴുതി വെച്ചിരിക്കുന്ന പിശാച് ചില രേഖകൾ എഴുതി വെച്ചിരിക്കുന്ന, അത് നിനക്കറിയാം. ഇന്നതാ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇന്നതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അയ്യോ ഇങ്ങനെയാണല്ലോ, പോക്ക് ഇങ്ങനെയാണല്ലോ എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നിടത്താ ഈ രാത്രി സ്വർഗം പറയുന്നു, തലേ രാത്രി ദൂതനെ ഇറക്കുന്ന ആരാധനാധര അർത്ഥന രഗത്തനാധര വൈഡത്തനാധന. ആമേൻ പറഞ്ഞൊന്ന് സ്വീകരിച്ചേ, ആമേൻ പറഞ്ഞൊന്ന് സ്വീകരിച്ചേ. ദൈവിക വിടുതൽ ഇന്ന് രാത്രി ഇതിനകത്ത് കേറി വരുന്ന കാഴ്ച സ്വർഗം എന്നെ കാണിക്കുന്നു. റോണി നിന്നോട് പരിശുദ്ധാത്മാവ് ഈ രാത്രി സംസാരിക്കുക. ദൈവിക വിടുതൽ ഇന്ന് രാത്രി നിന്നിൽ സംഭവിക്കുന്ന രാത്രിയാ. ഇന്ന് രാത്രി സ്വർഗം പറയുക, ചില രേഖകളെ കീറുന്ന രാത്രി. ശുഭന്റെ നാമത്തിൽ ജയമെടുക്കുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ പറഞ്ഞു സ്വീകരിക്കാമോ? ആമേൻ പറഞ്ഞു സ്വീകരിക്കുക. തലേ രാത്രി ദൂതൻ ഇറങ്ങിയെങ്കിൽ പത്രോസിന്റെ കാരാഗ്രഹത്തിനകത്ത് തലേ രാത്രി ദൂതൻ ഇറങ്ങിയെങ്കിൽ എന്റെ അവസ്ഥയിലും ദൂതൻ ഇറങ്ങും. സ്വർഗം ഇറക്കും. ധൈര്യമായിട്ട് ആമേൻ പറ. സ്തോത്രം. ധൈര്യമായിട്ട് ആമേൻ പറ. സ്തോത്രം. ധൈര്യമായിട്ട് ആമേൻ പറഞ്ഞു. സ്തോത്രം. പിശാച് എഴുതി വെച്ച അല്ലെന്ന് നടക്കാൻ പോകുന്നത്. സ്തോത്രം. ലിൻസി ആൻഡ് ജോർജ്, പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ വിഷയത്തിനകത്ത് ദൂതൻ ഇറങ്ങാൻ പോവുക, സ്വർഗം ഇറങ്ങാൻ പോവുക. കർത്താവിന്റെ ആത്മാവ് ഇങ്ങനെ പറയുക, യെസ്, നീ പരസ്യ കോലമാകത്തില്ല.
റാബാന ശരാധര. നിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, നിന്റെ ചോദ്യമുണ്ടല്ലോ, സ്തോത്രം. അല്പം മുമ്പ് നിമിഷത്തിൽ വർഷിപ്പ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് നീ സ്വർഗത്തോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, പരിശുദ്ധാത്മാവിനോട് പറയാൻ പറയുന്നു. നീ കർത്താവിനോട് ആ ദൈവദാസൻ പാട്ട് പാടിക്കൊണ്ടിരുന്ന സമയത്ത് റാബാന ശര ചില ചോദ്യങ്ങൾ ആൻസർ കിട്ടാൻ പോവാന്ന് പറഞ്ഞപ്പോ നീ ചില ക്വസ്റ്റ്യൻ ചോദിച്ചല്ലോ. കർത്താവിന്റെ ആത്മാവിനോട് പറയാ, യെസ്, ഞാൻ നിന്റെ ആൻസർ ആക്കി പുറത്തു കൊണ്ടുവരാൻ പോവുക. നിന്റെ ക്വസ്റ്റ്യന് ഈ രാത്രി ദൂതൻ ഇറങ്ങുന്നത് നീ കാണും. പരിശുദ്ധാത്മാവ് പറയുന്നു, അത് നിന്റെ കുടുംബത്തിലൊരു സാക്ഷ്യമായിട്ട് നിൽക്കാൻ പോവുക. നിന്റെ നീറുന്ന വിഷയത്തിനകത്ത് ഒരിക്കലും വിടുതൽ കിട്ടത്തില്ലെന്ന് പറയുന്ന വിഷയത്തിനകത്ത് യെസ്, അതൊരു മറുപടിയായിട്ട് പുറത്തു വരാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ സ്തോത്രം. രക്തത്താൽ ജയമെടുക്കുക, വചനത്താൽ ജയമെടുക്കുക. വിശ്വസിക്കുന്നവർ ആമേൻ പറ. തലേ രാത്രി ദൂതൻ ഇറങ്ങിയെങ്കിൽ എന്റെ ജീവിതത്തിൽ ദൂതൻ ഇറങ്ങും. സ്തോത്രം. ഇതൊന്നാമത് എന്നെ ബലപ്പെടുത്തിയൊരു കാര്യം. നമ്മുടെ സബ്ജക്റ്റ് മറന്നു പോരുത്. ഒരു ദൂതന്റെ ആവശ്യകത, അതിനകത്തോട്ട് കീറുന്നതിന് മുമ്പ് ഇത് രണ്ട് പറഞ്ഞങ്ങ് പോവാ. രണ്ടാമത് എന്നെ ബലപ്പെടുത്തിയൊരു കാര്യം, ഒന്ന്, തലേ രാത്രി ദൂതൻ ഇറങ്ങി. എന്നെ ബലപ്പെടുത്തിയ കാര്യമാണ് ഞാനീ പറയുന്നത്. രണ്ട്, അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ പത്രോസ് ഉപദേശിയെ എങ്ങനെയാ പൂട്ടിയതെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. വളരെ രസം അത് ചിന്തിച്ചാൽ. സ്തോത്രം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അവനെ 2 ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചു. സ്തോത്രം. പത്രോസ് ഉപദേശിയെ പൂട്ടിയത് എങ്ങനെയാണ്? വാഗ്ദത്തമുള്ളവനെ, എന്നെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. സ്തോത്രം. വാഗ്ദത്തമുള്ളവനെ പൂട്ടിയത് എങ്ങനെയാന്ന് അവിടെ എഴുതി വെച്ചിരിക്കുക. 2 ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചു. ഞാൻ ഒരു അത്ര പ്രസക്തമല്ലാത്ത ഒരു പുസ്തകത്തിനകത്ത് വായിച്ചത്, പ്രസക്തമല്ല ബുക്സ് കേട്ടോ, ഒരു സാധാരണ ഒരു പുസ്തകം, ഒരു മലയാളം പുസ്തകം. അതിനകത്ത് വായിച്ചത്, ഒരു പത്രോസിനെ ധരിപ്പിച്ച ഒരു ചങ്ങലയ്ക്ക് 15 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. പ്രസക്തമല്ല, ബൈബിളിലില്ല. ആ എഴുത്ത് അത്ര ആധികാരികമാണെന്ന് പോലും എനിക്ക് അറിയത്തില്ല. കാരണം ആ പുസ്തകത്തിനകത്ത് ഒത്തിരി തെറ്റുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് എടുത്തെടുത്ത് പറഞ്ഞു. 15 കിലോ വെയിറ്റ്, അത്ര 2 ചങ്ങല. ഇത് ചങ്ങല കണക്ടർ കാലേന്നാ തുടങ്ങുന്നത്. കാലേന്ന് തുടങ്ങി ശരീരം മൊത്തം ചുറ്റി, കയ്യിലും ചുറ്റി, വീണ്ടും കണക്ടർ കാലേ വന്നെടുക്കും. അങ്ങനെ 2 ചങ്ങല, അത്ര ഈ 15 കിലോ വെയിറ്റ് ഉള്ള, അടുത്ത 30 കിലോ വെയിറ്റ് ഉള്ള ചങ്ങല പത്രോസ് ഉപദേശിയെ ധരിപ്പിച്ചിരിക്കുന്നു. 2, എത്ര പടയാളികൾ അടങ്ങുന്ന വിങ്ങിന്റെ കയ്യിലാ പത്രോസിനെ കൊടുത്തതെന്നറിയാവോ? ആരെങ്കിലും ഒരു ആൻസർ തരുമോ? ബൈബിൾ വായിച്ച സിസ്റ്റർ തന്നെ ആയിക്കോട്ടെ. തെറ്റ് പറഞ്ഞാൽ ഞാൻ തെറ്റാന്ന് പറയുവേ. സ്തോത്രം. എത്ര പടയാളികൾ അടങ്ങുന്ന വിങ്ങിന്റെ കയ്യിലാ സ്തോത്രം പത്രോസിനെ കൊടുത്തതെന്ന് ആരെങ്കിലും ഒരു ആൻസർ പറയോ? സ്തോത്രം. സ്തോത്രം. 4 ചേകവറുള്ള 4 കൂട്ടത്തിനെ ഏൽപ്പിച്ചു. എത്ര പേരാന്ന് ചോദിച്ചേ? സ്തോത്രം. ആരും തുറക്കുന്നില്ല. സ്വർഗത്തിൽ ഒരു നിശബ്ദത എന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. അതുപോലെ ജോഷോ പാസ്റ്റർ, ഞാൻ തന്നെ അങ്ങ് പറയട്ടെ, അച്ഛൻ പറഞ്ഞ ശരിയാ. ഈ ചിലര് പെട്ടെന്ന് 2 ദൂതന്മാർ, 2 പടയാളികൾ എന്നൊക്കെ പറയും. അപ്പൊ നമുക്ക് പ്രസംഗിക്കുന്ന നമുക്ക് ഭയങ്കര ഒരു ആവേശമാണ്. സ്തോത്രം. അച്ഛൻ പറഞ്ഞ അതിന്റെ ശരി. 4 ചേവകരുള്ള 4 കൂട്ടത്തിനർത്ഥം 16 പേരടങ്ങുന്ന ഒരു ടീമിന്റെ കസ്റ്റഡിയിലാണ് പത്രോസ് ഉപദേശിയെ ഏൽപ്പിച്ചു കൊടുത്തത്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? 16 പേരടങ്ങുന്ന ഒരു ടീമിന്റെ കസ്റ്റഡി. പത്രോസ് വാഗ്ദത്തമുള്ളവനെ 1, 2 ചങ്ങലകൾ കൊണ്ട് പൂട്ടി. 2, 16 പേരടങ്ങുന്ന ഒരു ടീമിന്റെ കസ്റ്റഡിയിൽ പത്രോസിനെ കൊടുത്തു. 3, 1-ാം കാവലും 2-ാം കാവലും കഴിഞ്ഞ് 3-ാമത് ഇരുട്ടുള്ള ഒരു സ്ഥലത്ത്, സ്വന്തം ശരീരം സ്വന്തം കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അത്ര ഇരുട്ടുള്ള ഒരു സ്ഥലത്ത് പത്രോസിനെ പൂട്ടിയിട്ടു. നമുക്കൊന്ന് ചിന്തിച്ചു പോകാം. നമുക്ക് ഈ അപ്പച്ചനോട് തന്നെ കാര്യം ചോദിക്കാം. പത്രോസ് അപ്പച്ച, എന്തിനാ അപ്പച്ച 2 ചങ്ങലകൾ കൊണ്ട് പൂട്ടിയത്? എന്തിനാ അപ്പച്ച 16 പേരടങ്ങുന്ന ഒരു ടീമിന്റെ കസ്റ്റഡിയിൽ അപ്പച്ചനെ കൊടുത്തത്? എന്തിനാ അപ്പച്ച 1-ാം കാവലും 2-ാം കാവലും കഴിഞ്ഞ് ഇരുട്ടുള്ളിടത്ത് അപ്പച്ചനെ പൂട്ടിയിട്ടത്? അപ്പച്ചൻ
പത്രോസ് അപ്പച്ചൻ ഉപദേശിക്കും. നമ്മുടെ മുഖത്തേക്ക് ദയനീയമായിട്ട് നോക്കിയിട്ട് പറയും, മോനെ ബിനോ, സാധാരണ ഒരു ചാക്കുനൂല്, കോട്ടയം ഭാഷയാണ് ചാക്കുനൂല്, സ്തോത്രം, ചാക്കുനൂലെടുത്ത് എൻ്റെ കരത്തിൽ കെട്ടിയാൽ അത് പൂട്ടിക്കെട്ടിക്കഴിഞ്ഞാൽ, കൂട്ടിക്കെട്ടിയാൽ അത് പൊട്ടിക്കാനുള്ള ആരോഗ്യവും കഴിവും എനിക്കില്ല. ഇത് പറഞ്ഞ് തീരുമ്പോഴത്തേന് പത്രോസിന്റെ മുഖഭാവം മാറും. പത്രോസിന്റെ മുഖത്തേക്ക് ഒരു അസാധാരണ ഗൗരവം വരും. ചാടി അവൻ എഴുന്നേക്കും. എന്നിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി എൻ്റെ മുഖത്ത് നോക്കി എന്നോട് പറയും, വക്തത്വമുള്ളവൻ ഇങ്ങനെ വിളിച്ചു പറയും, എൻ്റെ പൊന്നു ബിനോ, എന്നാൽ എൻ്റെ അകത്ത് വസിക്കുന്ന അഭിഷേകത്തെ ഹെരോദാവ് ഭയപ്പെടുക, എൻ്റെ അകത്ത് കത്തുന്ന തീയെ നാട്ടുകാര് ഭയപ്പെടുക. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറയുക. എന്താ പൈശാചിക മണ്ഡലം നിനക്കെതിരെ ആഞ്ഞടിക്കുന്നത്? എന്താ പൈശാചിക ശത്രുക്കൾ നിനക്കെതിരെ തിരിയാൻ കാരണം? നിന്റെ ശരീരത്തിന്റെ വലിപ്പം കണ്ടിട്ടല്ല, നിന്റെ കപ്പാസിറ്റി കണ്ടിട്ടല്ല, നിന്റെ അകത്ത് വസിക്കുന്ന അഭിഷേകത്തെയാ ഇവന്മാർ ഭയപ്പെടുന്നത്. ഇന്ന് രാത്രി ധൈര്യത്തോടെ വിളിച്ചു പറയാ, അകത്തു വസിക്കുന്ന അഭിഷേകത്തെ ചിലത് ഭയപ്പെടുന്നെന്ന്. ശുഭന്റെ നാമത്തിൽ ജയമെടുക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, എന്നെ വളരെ ശ്രദ്ധിച്ച് കേൾക്കണമേ. പ്രസന്റ് കണ്ടീഷനിലുള്ള അഭിഷേകത്തെ പൈശാചിക മണ്ഡലം ഭയപ്പെടുന്നെങ്കിൽ ആ അഭിഷേകത്തിന്റെ ലെവലൊന്നും മാറ്റിയാലോ, അതിന്റെ തലമൊന്ന് മാറ്റിയാലോ? ഈ രാത്രി ഒന്ന് ശ്രദ്ധിക്കണമേ. ആ അഭിഷേകത്തിന്റെ ലെവലൊന്ന് മാറ്റിയാലോ, ആ അഭിഷേകത്തിന്റെ തലമൊന്ന് മാറ്റിയാലോ? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ ഇങ്ങനെ വിളിച്ചു പറയാ, നിന്റെ ഏറിയ നിൽക്കുന്ന സകല പൈശാചിക മണ്ഡലവും നിന്റെ അഭിഷേകത്തിന് മുമ്പ് കീഴടങ്ങി പിന്മാറുമെന്ന് ഈ രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയാ. ഒന്ന് മനസ്സിലാക്കിക്കേ, ഉപവാസ പ്രാർത്ഥന അതിന് മുഖാന്തരമാകട്ടെ. ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ചിലത് കടക്കുന്ന ഒരു ഉപവാസ പ്രാർത്ഥനയായി ഇത് മാറട്ടെ. ശുഭന്റെ നാമത്തിൽ ജയമെടുക്കുക, രക്തത്താൽ ജയമെടുക്കുക. ദൂത് കേൾക്കാൻ ആയിരിക്കരുത് ഇരിക്കേണ്ടത്, നിന്റെ ലെവലൊന്നും മാറാനിരിക്കണം. റാവാന ശരാധനാധര അഭിഷേകത്തിന്റെ ലെവലൊന്ന് മാറുന്ന ഒരു ഉപവാസ പ്രാർത്ഥനയുടെ തുടക്കമായി ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ ഇത് മാറട്ടെ. ചിലതിലേക്ക് ആ സാധാരണ അഭിഷേകത്തിന്റെ കൈമാറ്റം ഈ സമയത്ത് സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവിനോട് പറയുക, ചില മുറികൾക്കകത്ത് ആ സാധാരണ അഭിഷേകത്തിന്റെ കൈമാറ്റം ഈ സമയത്ത് സംഭവിക്കുക. വേണ്ടവർ സ്വീകരിച്ചു തുടങ്ങിക്കോ. ഇന്ന് രാത്രി അത് സംഭവിക്കുക. പൈശാചിക മണ്ഡലം വിറയ്ക്കുന്ന, പൈശാചിക മണ്ഡലം ഇട്ടേച്ചോടുന്ന, നീ നിൽക്കുന്ന ഏറിയൽ അടുത്തു വരാൻ പറ്റാതെ നിൽക്കുന്ന അസാധാരണ ദൈവ സാന്നിധ്യം ഈ രാത്രി വ്യാപരിച്ചു കയറുക. ശുഭന്റെ നാമത്തിൽ ജയമെടുക്കുക. ശുക്രിസ്തുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. രക്തത്താലും വചനത്താലും ജയമെടുക്കുക. ഇന്ന് രാത്രി വേണ്ടവരൊന്ന് സ്വീകരിച്ച് ഈ രാത്രി പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിലൊന്ന് കയറി പിടിക്കാൻ, ഈ രാത്രിയിലൊന്ന് പ്രവേശിക്കാൻ. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. രക്തം ജയമെടുക്കുന്നു. എത്ര പേര് ഇത് ആമേൻ പറഞ്ഞ് സ്വീകരിക്കും? യെസ്, നിന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകം പൈശാചിക മണ്ഡലം ഭയപ്പെടുന്നുണ്ടെങ്കിൽ, നിനക്കെതിരെ ആയുധങ്ങളുമായിട്ട് വരുന്നുണ്ടെങ്കിൽ, അതിന്റെ ഒരു പുതിയ തലം വെളിപ്പെട്ടാൽ, അതിന്റെ ഒരു പുതിയ തലം ഒന്ന് രൂപപ്പെട്ടാൽ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവി ഞാൻ വിളിച്ചു പറയുന്നു, ചിലത് പൊട്ടുമെന്ന്, ചിലതൊക്കെ തകരുമെന്ന്, ചിലതൊക്കെ മാറിപ്പോകുമെന്ന് ഈ രാത്രി പരിശുദ്ധാത്മാവി ഞാൻ വിളിച്ചു പറയാ. സ്തോത്രം. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചേ. ഹല്ലേലൂയ. ഇനി നമ്മുടെ പോയിന്റിലേക്ക് ഒന്ന് കയറാം. സ്തോത്രം. ഞാൻ പറഞ്ഞത് ഒരു ദൂതന്റെ ആവശ്യകത ഇതാ. സ്തോത്രം. ഈ പറഞ്ഞ ഈ രണ്ട് ദൂതുകൾ എന്നെ ബലപ്പെടുത്തിയത് അത് നിങ്ങളങ്ങ് കുറിച്ചിട്ടാണ് കേട്ടോ. സ്തോത്രം. എന്നെ ബലപ്പെടുത്തിയ കാര്യം ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ സബ്ജക്ട് ദൂതന്റെ ആവശ്യകത. ശ്രദ്ധിച്ചു കേട്ടോ. ദൂതൻ അവിടെ എഴുതി വെച്ചിരിക്കുന്ന കാര്യം എങ്ങനെയാണ്? പത്രോസ് ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവനായി കിടക്കുമ്പോൾ സഭയ്ക്ക് പ്രാർത്ഥിക്കാനേ കഴിയത്തുള്ളൂ. സഭയ്ക്ക് അഡ്വക്കേറ്റിനെ വെക്കാൻ പറ്റത്തില്ല, കോടതിയില്ല, ആരുമില്ല, എല്ലാം ഹെരോദാവാ. സ്തോത്രം. എന്റെ ഭാഷ പറഞ്ഞ രാത്രി ഹെരോദാവിന് പോലും ചെല്ലാൻ പറ്റത്തില്ല. അപ്പോഴാണ് അതിനകത്ത് ദൂതൻ ഇറങ്ങിയത്. സ്വർഗം ദൂതനെ ഇറക്കി. നമ്മുടെ സബ്ജക്ട് ദൂതന്റെ ആവശ്യകത. വിശുദ്ധ വേദവസം പഠിക്കുമ്പോ നമ്മൾ കാണുന്ന ദൂതൻ നമ്മുടെ ആരാന്ന വിശുദ്ധ വേദവസം പഠിപ്പിക്കുന്നത്. വേദവസം പഠിപ്പിക്കുന്നു ദൂതൻ നമ്മുടെ ദൂതന്മാർ നമ്മുടെ സേവകാത്മാക്കൾ. സ്തോത്രം. ശ്രദ്ധിച്ചു കേൾക്കണമേ. നമ്മുടെ സേവകാത്മാക്കൾ, അതാണ് ദൂതനെ കുറിച്ച് പറയുന്നത്. ഞാൻ പറയുന്നത് ഗബ്രിയേലിനെ കുറിച്ചും മീഖായേലിനെ കുറിച്ചൊന്നുമല്ല, സാധാരണ ദൂതന്മാരുടെ കാര്യം.
ഈ രാത്രി ഞാൻ ദൂതനെ പൊക്കി അല്ല പ്രസംഗിക്കുന്നത്, ഞാൻ കർത്താവിനെ പ്രസന്റ് ചെയ്യുന്നത്. അത് പറയുമ്പോൾ മനസ്സിലാകത്തുള്ളൂ. സ്തോത്രം. അടുത്ത സ്റ്റെപ്പിലേക്ക് മനസ്സിലാകത്തുള്ളൂ. ദൂതന്മാർ സേവകാത്മാക്കളാണ്. സേവകാത്മാക്കൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മളെ സേവിക്കുന്നവർ, നമ്മളെ സെർവ് ചെയ്യുന്നവർ. ഇനി ഇച്ചിരിയും കൂടെ ഭാഷ ഞങ്ങളുടെ നാട്ടിലെ കോട്ടയം ഭാഷ വേണേ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി പണിയെടുക്കുന്നവർ, അത്രേ ഉള്ളൂ. സ്തോത്രം. ആരും നാളെ കയറി ദൂതാ സ്തോത്രം ദൂതാ ഹല്ലേലൂയ എന്ന് പറയല്ലേ. ബാംഗ്ലൂരിൽ നിന്ന് ഒരാൾ വന്നിരുന്ന് പറഞ്ഞു, പിന്നെ അത് പ്രശ്നമാക്കല്ലേ. സ്തോത്രം. ദൂതനോട് പ്രാർത്ഥിക്കാനോ ദൂതനെ സ്തുതിക്കാനോ ദൂതനെ ആരാധിക്കാനോ ഒന്നും വ്യവസ്ഥയില്ല. ഇവർ നമ്മുടെ സേവകാത്മാക്കളാണ്. സ്തോത്രം. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കും. 2, ക്രിസ്ത്യാനിയുടെ അവകാശമാണ് ദൂതന്മാർ. ഇത് ശ്രദ്ധിച്ചു കേൾക്കണം. ക്രിസ്ത്യാനികളുടെ അവകാശമാണ് ദൂതന്മാർ. ഇത് പറയുമ്പോൾ നമ്മൾ തമ്മിൽ ചെറിയൊരു ആശയപ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ക്രിസ്ത്യാനികളുടെ അവകാശമാണ് ദൂതന്മാർ. അതുകൊണ്ട് പെശകിലേക്ക് പോകാതെ വചനം കേട്ടാൽ മതി. ആരാ ക്രിസ്ത്യാനി? കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായും കൊണ്ട് ഏറ്റുപറഞ്ഞ അർത്ഥം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് അടുത്തത് വിശുദ്ധ ജീവിതം നയിക്കുന്ന വേർപാട് അനുഷ്ഠിക്കുന്നവരുടെ പേരാ ക്രിസ്ത്യാനികൾ. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം, മനസ്സിലായില്ലെങ്കിൽ. കാരണം ഇന്നത്തെ കാലത്ത് ഇത്തിരി പ്രസംഗങ്ങൾ ഇച്ചിരി കുറവാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ആരാ ക്രിസ്ത്യാനി? രക്ഷിക്കപ്പെട്ട് സ്നാനമെന്ന പ്രക്രിയയിലൂടെ സഭയോട് ചേർന്ന് പരിശുദ്ധാത്മാവിനെ കൈക്കൊണ്ടർത്താൽ അഭിഷേകം പ്രാപിച്ച് അടുത്തത് വിശുദ്ധ ജീവിതം നയിച്ച് വേർപാട് അനുഷ്ഠിക്കുന്നവരുടെ പേരാ ക്രിസ്ത്യാനികൾ. മനസ്സിലായവർ കരമൊന്ന് ഉയർത്തി ആമേൻ പറഞ്ഞു. സ്തോത്രം. മനസ്സിലായവർ മാത്രം. അവരുടെ പേരാ ക്രിസ്ത്യാനികൾ. മനസ്സിലാകുന്നുണ്ടോ? ഈ ക്രിസ്ത്യാനികളുടെ അവകാശം ദൂതന്മാർ. മനസ്സിലായവർ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ക്രിസ്ത്യാനിയുടെ അവകാശമാണ് ദൂതന്മാർ. ഞാൻ മനസ്സിലാക്കണേ, വെള്ള ഷർട്ട് ഇടുന്ന കാര്യമോ കറുത്ത പാൻറ് ഇടുന്ന കാര്യമോ എന്നെ പോലെയും പാസിനെ പോലെ ഷേവ് ചെയ്യുന്ന ക്ലീൻ ഷേവ് ഇതൊന്നും അല്ല ഞാൻ സംസാരിക്കുന്നത്. അതൊന്നും എന്റെ തലയിലോട്ട് വെക്കരുത്. വിശുദ്ധ ജീവിതം വേർപാടെന്ന് പറയുമ്പോൾ ഒരു കൂട്ടർ അങ്ങനെ പറയും, ഒരു കൂട്ടർ ഇങ്ങനെ പറയും. സ്തോത്രം. സ്തോത്രം. കർത്താവ് നോക്കുന്ന അങ്ങനെ നോക്കത്തില്ല, ഇങ്ങനെ നോക്കത്തില്ല, നിന്നെ നോക്കത്തുള്ളൂ. സ്തോത്രം. എല്ലാവരും കാണുന്നത് കാണാനും എല്ലാവരും കഴിക്കുന്നത് കഴിക്കാനും എല്ലാവരും പോകുന്നിടത്ത് പോകാതിരിക്കാനും എല്ലാവരും നടക്കുന്നത് പോലെ നടക്കാതിരിക്കാനും എല്ലാവരും ചാടുന്നത് പോലെ ചാടാതിരിക്കാനും അനുവാദമില്ലാത്ത ഒറ്റ കൂട്ടരാ ക്രിസ്ത്യാനികൾ. സ്തോത്രം. നമ്മുടെ കൂട്ടത്തിൽ ദൂതന്മാരെ കണ്ടിരിക്കും. ദൂതന്മാർ നമ്മുടെ അവകാശമാണ്. സ്തോത്രം പറ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഈ ദൂതിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു ദൂത് പറയും. സന്ദേശത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു ദൂത് പറയുക. ഏതെങ്കിലും മേഖലയിൽ നിനക്ക് കോട്ടം തട്ടിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും മേഖലയിൽ വിശുദ്ധ ജീവിതത്തിന് കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും മേഖലയിൽ പിടിപ്പുകേട് വന്നിട്ടുണ്ടെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മടങ്ങി വരാൻ ഈ രാത്രി ദൂത് പറയുക. സ്തോത്രം. മടങ്ങി വാ. ഇന്ന് രാത്രി സ്വർഗം പറയുക. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്ന കർത്താവാ. യെസ്, ഞാൻ വിശ്വസിക്കുന്നു. എന്റെ കർത്താവ് എന്നെ അനുഗ്രഹിക്കുന്ന കർത്താവാ. എനിക്ക് വേണ്ടി വഴികൾ തുറക്കുന്ന കർത്താവാ. എന്നെ അസാധാരണമായിട്ട് നടത്തുന്ന കർത്താവാ. ഞാൻ യേശുക്രിസ്തുവിന്റെ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്ന മനുഷ്യനാ. അത് ഞാൻ പ്രസംഗിക്കുന്ന മനുഷ്യനാ. പക്ഷെ ഒരു കാര്യം, ഇതിനെല്ലാം വ്യവസ്ഥയുണ്ട്. വേർപാട്, വിശുദ്ധ ജീവിതം. ഈ രാത്രിയിൽ എത്ര പേര് ആമേൻ പറയും. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി മടങ്ങി വരേണ്ടവർ മടങ്ങി വരണം. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി കൊണപ്പെടണം. സ്തോത്രം. എന്റെ കൂടെ ദൂതന്മാരുണ്ടെന്ന് ഇന്ന് രാത്രി നീ ചുമ്മാതെ ആകാശത്തേക്ക് മുഷ്ടിയുദ്ധം നടത്തി പറയാതെ ഇന്ന് രാത്രി തെളിയിച്ചു കാണിക്കേ. സ്തോത്രം. ഹല്ലേലൂയ. ഈ രാത്രി ഞാനൊരു പഴയ ബന്ധക്കോസുകാരനാണ് കേട്ടോ. സ്തോത്രം. എന്നോട് ക്ഷമിക്കണേ. സ്തോത്രം. ഞാനൊരു പഴയ ബന്ധക്കോസുകാരനാ. സ്തോത്രം. ഹല്ലേലൂയ. പ്രായം ഇച്ചിരി കുറവാന്നേ ഉള്ളൂ, പക്ഷെ പഴയ ബന്ധക്കോസുകാരന്. സ്തോത്രം കേട്ടോ പാസ്റ്ററെ. സ്തോത്രം. അതുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി പ്രസംഗിക്കുക മാത്രമല്ല, അതിനുവേണ്ടി നിൽക്കാനും എന്നെ ഏൽപ്പിച്ച ഏറിയായി എന്നെ നടത്തുന്നയിടത്ത്, ഞാൻ നടത്തുന്നയിടത്ത് ഇത് അതുപോലെ ഒട്ടും വെള്ളം ചേർക്കാതെ, ഒട്ടും മായം ചേർക്കാതെ ഞാൻ വിളിച്ചു പറയും. സ്തോത്രം. ഇന്ന് രാത്രി പറയാ,
ശങ്കുറപ്പോടെ പറയാമോ ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന്? സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ പറയാവോ? സ്തോത്രം. പാസ്റ്ററെ, ഇത് വേണ്ടായിരുന്നു. ആദ്യ ഭാഗമൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സ്തോത്രം. എനിക്കിതാ കൂടുതൽ ഇഷ്ടം. സ്തോത്രം. ഹല്ലേലൂയ. പാസ്റ്ററെ, ഇടയ്ക്കൊക്കെ വിളിക്കണേ, ഞാൻ വരാം കേട്ടോ. ഇനി ജർമ്മനി വരുമ്പോ അച്ഛൻ വീട്ടിൽ ഞാൻ വരികയും ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. ഈ രാത്രി പറയാ, മാനസാന്തരപ്പെട്ട് വിശുദ്ധ ജീവിതം നടത്തിയില്ലെങ്കിൽ, നയിച്ചില്ലെങ്കിൽ കാഹളം ധ്വനിക്കും. സമയമായി, കർത്താവ് വരാൻ സമയമായി. സ്തോത്രം. നമ്മൾ ഇവിടെ കാണിച്ചതെല്ലാം വൃഥാവായി പോകും. സ്തോത്രം. അർത്ഥം, സ്വർഗത്തിൽ പോകണമെങ്കിൽ ഈ പറഞ്ഞ കാര്യം പാലിച്ചേ പറ്റൂ. സ്തോത്രം. ഹല്ലേലൂയ പറഞ്ഞിട്ട്. ആമേൻ. സ്തോത്രം. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ പോയിന്റിലേക്ക് അറിയാം. നമ്മുടെ സബ്ജക്ട് പറഞ്ഞു പോലെ ഒരു ദൂതന്റെ ആവശ്യകത. സ്തോത്രം. ഒരു ദൂതന്റെ ആവശ്യകത. വിശുദ്ധ ജീവിതം വേർപാടും നയിച്ച് കാണിക്കേണ്ടത് സഭയ്ക്കകത്തല്ല, സഭയ്ക്ക് പുറത്താ. അർത്ഥം, സഭയ്ക്കകത്തുണ്ടെങ്കിൽ സഭയ്ക്കകത്തും വെളിയിലും വേണം. സ്തോത്രം. സഭയ്ക്കകത്തും ഒരു എല്ലാവരും വിശുദ്ധരല്ലേ പാസ്റ്ററെ? സ്തോത്രം. ഹല്ലേലൂയ. എന്നാ വിശുദ്ധരാകുന്നു. സ്തോത്രം. ഞായറാഴ്ച രാവിലെയൊക്കെ കൊണ്ട് 10 തുടങ്ങി ഞങ്ങളുടെ അവിടെ 7:45. സ്തോത്രം. വിശുദ്ധരുടെ സംസർഗം പാടാം. ആ പാട്ടൊക്കെ പാടി നമ്മളങ്ങ് തകർക്കും. സ്തോത്രം. നീ സഭയ്ക്കകത്ത് കാണിക്കുന്ന നാട്ടുകാർ കാണുന്നില്ല. സഭയ്ക്കകത്ത് കാണിക്കുന്നത് നിന്റെ അയലൊക്കത്തുള്ളവർ കാണുന്നില്ല. സഭയ്ക്കകത്ത് എന്ത് വേണേലും കാണിക്കാം. പാട്ടങ്ങോട്ട് തുടങ്ങുമ്പോൾ നമ്മളങ്ങ് തുള്ളും. സ്തോത്രം. തുള്ളണം. ഞാൻ തുള്ളുന്ന ആളാ, മണ്ണിൽ കിടന്ന് ഉരുളുന്ന ആളാ ഞാൻ. സ്തോത്രം. തുറന്നു പറയാം. സ്തോത്രം. കാരണം ബലയില്ല ആളാ ഞാൻ, അറിയാമല്ലോ അച്ഛാ. സ്തോത്രം. പക്ഷെ ഒരു കാര്യം, വിശുദ്ധരായി ജീവിച്ചെങ്കിൽ മാത്രമേ, വേർപാടുണ്ടെങ്കിൽ മാത്രമേ നിന്റെ കൂടെ ദൂതം കാണത്തുള്ളൂ. സ്തോത്രം. നമ്മളെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കും, കർത്താവ് എന്റെ ഇടത്തും വലത്തും മുമ്പിലും പുറകിലും. ഞാനാണ് ഇങ്ങനെ പണ്ട് പ്രാർത്ഥിച്ചിട്ട് എല്ലാം ദൂതന്മാരുണ്ട്. ഒരൊറ്റ ദൂതം പോലും ഇല്ലായിരുന്നു. ഞാനേ കോട്ടയം സെമിനാരിലാണ് പഠിച്ചത്. കോട്ടയം സെമിനാരി പഠിച്ചു കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ട് തുടങ്ങുന്ന ചർച്ച IPC ഈര, കോട്ടയത്തിനടുത്തുള്ള ഈര IPC ചർച്ച ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് തന്നെ കോട്ടയം കഞ്ഞിക്കുയിലുള്ള ഫിലദൽഫിയ ചർച്ച് ഞാൻ അസിസ്റ്റന്റ് പാസ്റ്ററായിരുന്നു. ഈര ഞാൻ പ്രവർത്തനം തുടങ്ങി. കുറച്ച് പുതിയ വിശ്വാസികൾ വന്നു. ഇവർക്കാർക്കും പാട്ടും അറിയത്തില്ല. ഒരു ക്നനായ ഫാമിലി ആദ്യം വന്നത്. ഇവർക്കാർക്കും നമ്മുടെ പാട്ടും അറിയത്തില്ല, സ്തോത്രം അറിയത്തില്ല, അന്യഭാഷയില്ല, ഒന്നുമില്ല. സ്തോത്രം. ഞാൻ അങ്ങ് സഭായത്തിന്, അന്ന് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, വിവാഹം ചെയ്തിട്ടില്ല. ഞാൻ സഭായത്തിന് അങ്ങ് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുക. പ്രാർത്ഥിച്ചു തുടങ്ങണം, പാട്ട് ഞാൻ പാടണം, തമ്പേറ് ഞാൻ അടിക്കണം, പ്രസംഗിക്കണം, എല്ലാ പ്രശ്നം. സ്തോത്രം. ഞാനങ്ങ് മനസ്സ് വിഷമിച്ചു. 10-12 പേരുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഞായറാഴ്ച ഒരു അമ്മാമ കയറി വന്നു. സ്തോത്രം. കളമൊന്ന് മാറി. സ്തോത്രം. ഒരു അമ്മാമ. ഭയങ്കര സന്തോഷം. ഞാൻ പാട്ട് തുടങ്ങാൻ അമ്മാമ പാട്ടങ്ങ് ഏറ്റുപിടിക്കും. സ്തോത്രം. ഒരു പഴയ ബന്ധക്കോസുകാരി അമ്മാമ. സ്തോത്രം. പിന്നെ അമ്മാമയെ ആരാധന. ഞാൻ അതിന്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവ് താങ്ക് യു അപ്പച്ച, നന്ദി അപ്പച്ച. കാരണം സ്തോത്രം, എന്റെ പണി കുറവായല്ലോ. സ്തോത്രം. ഇപ്പൊ പ്രാർത്ഥനയൊക്കെ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര അന്യഭാഷ. ആൾക്കാരെല്ലാം അന്തം വിട്ടിരിക്കുക. കാരണം അമ്മാമ ഒന്ന് ഭയങ്കര സീനാക്കി. ഒരു ദിവസം ഞാൻ ചിങ്ങവനത്തിന് പോയിട്ട് ഞാൻ സ്കൂട്ടറിൽ തിരിച്ചു വരിക. അപ്പൊ ഈര ജംഗ്ഷനിൽ ഒരാൾക്കൂട്ടം. ഞാൻ ആൾക്കൂട്ടത്തിന് അന്ന് എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. കുഞ്ഞായിരുന്നു ഞാൻ, ഇതിലൊക്കെ ഒത്തിരി ചെറുതായിരുന്നു. സ്തോത്രം. കുറെ വർഷങ്ങൾക്ക് പുറകിലുള്ള കാര്യം. ഞാൻ ഈ സ്കൂട്ടർ നിർത്തിവെച്ച് ഈ ആളും കൂട്ടം എന്നാന്ന് നോക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കിയപ്പോൾ ആൾക്കൂട്ടത്തിന്റെ നടുവിൽ നമ്മുടെ അമ്മാമ്മ, സ്തോത്രം, നൈറ്റിയൊക്കെ ഇങ്ങനെ മടക്കി കുത്തി നിൽക്കുന്നു. സ്തോത്രം. ഞാൻ നോക്കുമ്പോൾ അമ്മാമ്മയുടെ ഇടത്ത് കയ്യിൽ വേറൊരു അമ്മാമ്മയുടെ മുടിക്കുത്തിരിപ്പുണ്ട്. സ്തോത്രം. അന്യഭാഷയല്ല, നല്ല സൂപ്പർ അന്യായ ഭാഷ അമ്മാമ്മയോട് അടിക്കുക. അന്ന് ഞാൻ പറഞ്ഞു, മേലാ ചർച്ചയിൽ കയറി പോകരുത്. എനിക്ക് മനസ്സിലായി. സ്തോത്രം. ഈ ചർച്ച പൊട്ടിക്കാൻ വന്ന സാധനമാണ്. അകത്തല്ല നിന്റെ അഭിനയം കാണിക്കേണ്ടത്. പുറതാ. ശുഭന്റെ നാമത്തെ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാവിലെ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞാ, സൂമിനകത്ത് കയറി ജർമ്മനിയിൽ അച്ഛാ നല്ല മെസ്സേജ് ഒക്കെ കൊടുത്തേച്ച് ഇറങ്ങണമെന്ന് അവൾ ഇന്ത്യയിൽ നിന്ന് വിളിച്ച് അവളിരുന്ന് പ്രാർത്ഥിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ കർത്താവ് എന്റെ വഴി അടയ്ക്കുന്ന കർത്താവല്ല. സ്തോത്രം. നിന്റെ കൂടെ ദൂതൻ ഉണ്ടെങ്കിൽ നീ വിശുദ്ധനായിരിക്കണം, വേർപാടുണ്ടായിരിക്കണം. സ്തോത്രം. ഇന്ന് രാത്രി ആ സൂമിലോട്ട് നിങ്ങളുടെ മുഖം നിങ്ങൾക്ക് ശരിക്കും കാണാമല്ലോ. തുറന്നിരിക്കുന്നവരോടാ ഞാൻ പറഞ്ഞ, അടച്ചിരിക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. സ്തോത്രം. തുറന്നിരിക്കുന്നവർ ആ സൂമിലോട്ട് നിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് ചെറുതായിട്ട് പുഞ്ചിരിച്ചേച്ച് നിന്നോടൊന്ന് ചോദിച്ചേ, ഞാൻ വിശുദ്ധനാണോ? എന്നിൽ വേർപാടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് രാത്രി മടങ്ങി വന്നേ പറ്റൂ. കാരണം സ്വർഗത്തിൽ പോയേ പറ്റൂ. സ്തോത്രം. ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാ.
അതുകൊണ്ട് ഇന്ന് രാത്രി മടങ്ങി വാ. സ്തോത്രം. ഇനി ഒന്നാമത്തെ പോയിന്റിലേക്ക് കടക്കാം. സ്തോത്രം. ഒന്നാമത്തെ പോയിന്റ്, ദൂതന്റെ ആവശ്യകതയിലെ ഒന്നാമത്തെ പോയിന്റ് ശ്രദ്ധിച്ചു കേൾക്കണം. സ്തോത്രം. എന്നെ നിങ്ങൾ മറന്നാൽ ഇത് മറക്കരുത്, ഇത് എഴുതിയിടണം. സ്തോത്രം. ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം, ഹെരോദാവ് അവനെ ജനത്തിന് മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രി കാരാഗ്രഹത്തിനകത്ത് ഒരു ദൂതൻ ഇറങ്ങി. ശ്രദ്ധിച്ച് കേൾക്കണേ, ഒരു ദൂതൻ ഇറങ്ങി കാരാഗ്രഹത്തിനകത്തെ. സ്തോത്രം. ഈ രാത്രി ഒന്നാമത്തെ ദൂത് ഞാൻ പറയാ, ശ്രദ്ധിച്ചു കേട്ടു. ഈ ദൂതന്റെ ആവശ്യകതയുടെ ഒന്നാമത്തെ പോയിന്റ്, നിനക്ക് നടന്ന് കയറാൻ പറ്റാത്ത ഇടത്തേക്ക് നിന്നെ മാറ്റി നിർത്തിയിട്ട് നിന്റെ കൂട്ടത്തിലുള്ള ദൂതൻ നിനക്ക് വേണ്ടി നടന്നു കയറും. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി വേണ്ടവർ ഈ ദൂത് അങ്ങോട്ട് ഏറ്റെടുത്തു. ഇന്ന് രാത്രി ഒന്നാമത്തെ പോയിന്റ് ഇതാ, നിനക്ക് നടന്ന് കയറാൻ പറ്റാത്ത ഇടത്തേക്ക് നിന്നെ മാറ്റി നിർത്തിയിട്ട് നിന്റെ കൂട്ടത്തിലുള്ള ദൂതൻ നിനക്ക് വേണ്ടി നടന്നു കയറുന്ന ഒരു രാത്രിയായി ഈ രാത്രി എന്ന് പരിശുദ്ധാത്മാവി ഞാൻ പറയുമ്പോൾ എത്ര പേരത് ഏറ്റെടുത്ത് ആമേൻ പറയും. സ്തോത്രം. വിശ്വസിച്ചെന്ന് പറയാമോ? നിനക്ക് നടന്നു കയറാൻ പറ്റാത്തിടത്ത്, നീ പരാജയപ്പെട്ടിടത്ത്, നിന്റെ വഴി അടഞ്ഞിടത്ത്, നിന്റെ കാര്യം പോക്കായിടത്ത്, നീ വിശുദ്ധനാണെങ്കിൽ, നീ വേർപാടുള്ളവനാണെങ്കിൽ, നീ കർത്താവിന്റെ പൈതലാണെങ്കിൽ, നീ ക്രിസ്ത്യാനിയാണെങ്കിൽ, ഈ രാത്രി സ്വർഗ്ഗം പറയാ, നിനക്ക് നടന്ന് കയറാൻ പറ്റാത്തിടത്ത് നിനക്ക് വേണ്ടി ദൂതൻ ഇറങ്ങി കാര്യം സാധിച്ച് വെളിയിൽ വരും. ശുഭന്റെ നാമത്തിൽ സ്തോത്രം. പത്രോസിന്റെ അടുത്ത് ആർക്കും പോകാൻ പറ്റത്തില്ല. പത്രോസിനെ തുറന്ന് വെളിയിൽ ഒരു മനുഷ്യനും കൊണ്ടുവരാൻ പറ്റത്തില്ല. ഹെരോദാവ് ഓർഡർ കൊടുത്തിരിക്കുക, റാബാന. എന്നാൽ ഇന്ന് രാത്രി പറയാം, അവിടെ പത്രോസിനെ തുറന്ന് പുറത്തു കൊണ്ടുവരാൻ, ചങ്ങലകളെ പൊട്ടിച്ച് കാരാഗ്രഹത്തെ തകർത്ത്, ഇരുമ്പോടാമ്പുകളെ അടിച്ചു തകർത്ത് അവനെ വെളിയിൽ കൊണ്ടുവന്നത് ദൂതനാണെങ്കിൽ ഈ രാത്രി പറയാം, നിനക്ക് നടന്ന് കയറാൻ പറ്റാത്ത ഇടത്ത് നിന്നെ മാറ്റി നിർത്തിയിട്ട് നിന്റെ കൂട്ടത്തിലുള്ള ദൂതൻ നിനക്ക് വേണ്ടി നടന്നു കയറുക. ആമേൻ പറഞ്ഞു സ്വീകരിക്കാമോ? മനസ്സിലാകുന്നവർ കർത്താവിനെ സ്തുതിച്ച്, മനസ്സിലാകുന്നവർ കർത്താവിനെ സ്തുതിച്ച് ഈ രാത്രി സ്വർഗം പറയാ. ചില വഴികളെ സ്വർഗം നിനക്ക് വേണ്ടി ഓപ്പൺ ആക്കുന്ന രാത്രിയാ. അടഞ്ഞു പോയെന്ന് നീ പറയുന്നത്, അടഞ്ഞു പോയെന്ന് സകല നാട്ടുകാരും പറയുന്നത്, അടഞ്ഞു കിടക്കുകയാണെന്ന് നിന്റെ തലച്ചോറ് നിനക്ക് സന്ദേശം കൊടുത്തത്, ഇനി ഒരിക്കലും നടക്കത്തില്ലെന്ന് പറയുന്നത്, അത് നടന്നേ പറ്റുമെന്ന് എന്നാൽ നിന്റെ അന്തരംഗത്തിൽ പറയുന്ന ചില സബ്ജക്റ്റിനകത്ത് ഈ രാത്രി നിനക്ക് വേണ്ടി സ്വർഗം അയച്ച ദൂതന്മാർ ഇറങ്ങി നടക്കുന്ന കാഴ്ച സ്വർഗം എന്നെ കാണിച്ചു പറയാ. അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു രാത്രിയായത്. ആമേൻ, 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 ആമേൻ. രക്തത്താൽ ജയമെടുക്കുക, രക്തത്താലും വചനത്താലും ജയമെടുക്കുക. നീ പരാജയപ്പെട്ടിടത്തേ, നിനക്ക് നടന്നു കയറാൻ പറ്റാത്ത ഇടത്തേ ഈ രാത്രി ദൂതൻ നടന്നു കയറുമെന്ന് വിശ്വസിക്കുന്നവരെ ആമേൻ പറയാവോ? വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ജയ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ശുശ്രൂഷ കൊണ്ട് നിൽക്കുക. പകല് പവർ കോൺഫറൻസ്, വൈകിട്ട് കൺവെൻഷൻ. സ്തോത്രം. ആ പവർ കോൺഫറൻസിനകത്ത് കുറച്ചധികം ആൾക്കാരുണ്ട്. സ്തോത്രം. ദൂത് പറഞ്ഞപ്പോൾ ഒരു ആന്റി ദൂത് അങ്ങേറ്റെടുത്തു. അസാധാരണ ദൈവ സാന്നിധ്യം ആ സഹോദരിയിലേക്ക് വെളിപ്പെട്ടു. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിക്കാൻ ആൾ വന്നപ്പോൾ ഈ ആന്റി അടുത്ത് വന്നു. ഞാൻ ചോദിച്ചു, എന്തായിരുന്നു ആന്റി സംഭവിച്ചത്? ആന്റി എന്നോട് പറഞ്ഞു, സ്തോത്രം, പെട്ടെന്ന് 2 പെമക്കളെ അടുത്ത് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ദീർഘവർഷങ്ങൾക്ക് മുമ്പ് പാസ്റ്റർ, ഞാനും എന്റെ ഭർത്താവും കൂടെ ഈ പട്ടണത്തിൽ സുവിശേഷ വേലയ്ക്ക് വന്നതാ. ശ്രദ്ധിച്ചു കേൾക്കണമേ. എന്നാൽ സുവിശേഷ വിരോധികൾ ആവശ്യമില്ലാത്ത കേസ് ചുമത്തിയിട്ട് അവരുടെ ഭർത്താവിനെ, ആ പാസ്റ്ററിനെ ജയിലിനകത്ത് ഇട്ടിരിക്കുക. ജയിലിനകത്ത് ഇട്ടത് മാത്രമല്ല, അവർക്ക് ജാമ്യം കിട്ടിയിട്ടില്ല, ബെയിൽ കിട്ടിയിട്ടില്ല. അങ്ങനെ വർഷങ്ങൾ നീണ്ടുപോവുക. അറിയാവുന്ന വഴിയിലെല്ലാം നോക്കി ഇവരെ വെളിയിൽ വിടുന്നില്ല, ഈ മനുഷ്യനെ വെളിയിൽ വിടുന്നില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് അമ്മ എന്നോട് പറഞ്ഞു, ഇന്ന് ഉച്ച കഴിഞ്ഞ് ആ കാരാഗ്രഹത്തിൽ ദൂതൻ ഇറങ്ങും. അവിടെ ദൂതൻ ഇറങ്ങും. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. നടന്ന സംഭവം ഉച്ച കഴിഞ്ഞ സമയത്ത് ആ പിതാവിന് സിക്കായിട്ട് പിതാവിന് ഹോസ്പിറ്റലിൽ പോകണം, ആശുപത്രിയിൽ പോകണമെങ്കിൽ കോടതിയിൽ കൊണ്ടുപോകണം. എന്തോ ആവശ്യത്തിന് 4 പോലീസുകാർ കൂടി ഈ പിതാവുമായിട്ട് ഈ പാസ്റ്ററുമായിട്ട് ജയിലിന് അവിടെയുള്ള കോടതിയിലോട്ട് പോവുക. അവിടെ ചെന്നപ്പോ അവിടെ ഇരുന്ന ജഡ്ജി ചോദിച്ചു, എന്താണ് ഈ മനുഷ്യരിലുള്ള കുറ്റം? കൂട്ടത്തിൽ വന്ന പോലീസുകാർക്ക് ആർക്കും കുറ്റം പറയാൻ പറ്റിയില്ല. അന്നേരം ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് നടന്ന സംഭവം ഒരൊറ്റ എഴുത്ത് റിലീസ്, ഒരു സീലും വെച്ചു. അന്ന് രാത്രി ഞാൻ കൺവെൻഷന് പ്രസംഗിക്കുമ്പോ ആ മാന്യനായ പിതാവ് സ്റ്റേജിലുണ്ടായിരുന്നു. നിനക്ക് നടന്ന് കയറാൻ പറ്റാത്ത ഇടത്ത് ഈ രാത്രി സ്വർഗം പറയുക, നിന്റെ കൂട്ടത്തിലുള്ള ദൂതൻ നിനക്ക് വേണ്ടി നടന്നു കയറുമെന്ന്. രക്തത്താൽ ജയം
ജയമെടുക്കുക, രക്തത്താലും വചനത്താലും ജയമെടുക്കുക. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുക, മാനുഷിക കരങ്ങളുടെ ശക്തികൾ കൊണ്ട്, മാനുഷിക വാക്കുകൾ കൊണ്ട് പിശാച് അടച്ച ചില മേഖലകൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ രാത്രി തുറക്കപ്പെടാൻ പോവുക. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ രാത്രി തുറക്കപ്പെടാൻ പോവുക. പരിശുദ്ധാത്മാവ് പറയുന്നു, ചില വഴികളെ സ്വർഗം ദൂതന്മാരെ അയച്ചു തുറക്കുക. ചില വഴികളെ സ്വർഗം ദൂതന്മാരെ അയച്ചു തുറക്കുക. ഇന്ന് രാത്രിയിൽ അത് സംഭവിക്കുക. വിശ്വസിക്കുന്നവർ ആമേൻ പറ. ഒന്നാമത്തെ പോയിന്റ് ഒന്ന് ബൈഹാട്ടാക്കാവോ? നിനക്ക് നടന്ന് കയറാൻ പറ്റാത്തയിടത്ത് നിന്നെ മാറ്റി നിർത്തിയിട്ട് നിന്റെ കൂട്ടത്തിലുള്ള ദൂതൻ നിനക്ക് വേണ്ടി നടന്നു കയറും. ശരാധനാദര. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? പാസ്റ്ററെ, സഭാ വളർച്ചയ്ക്ക് ദൂതന്മാരുടെ ശുശ്രൂഷ ആവശ്യമായിട്ടോ. സ്തോത്രം. ദൂതന്മാരുടെ ശുശ്രൂഷകൾ ആവശ്യമാണ് സഭാ വളർച്ചയ്ക്ക്. വർഷങ്ങൾക്ക് മുമ്പ് അതിരിങ്കൽ ജോർജായൻ എന്ന് പറയുന്ന അതിശക്തനായ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിരിങ്കൽ ജോർജായൻ അച്ചായനോട് കർത്താവ് പറഞ്ഞു, സ്തോത്രം, കോട്ടയം പട്ടണത്തിൽ പോയി സുവിശേഷം അറിയിക്കണം. അന്ന് കോട്ടയം പട്ടണത്തിലെ ധനാട്യന്മാരുടെ വീടുകൾ ഓടിട്ട വീടുകളായിരുന്നു. കോൺക്രീറ്റ് ഇല്ലാതിരുന്ന കാലഘട്ടം. ഓടിട്ട വീടുകളായിരുന്നു. അന്ന് സുവിശേഷകരെയോ പെന്തക്കോസുകാരെയോ ക്രിസ്ത്യാനികളെ പോലും ഒരു വീട്ടിലും കയറ്റാതിരുന്ന ഒരു കാലഘട്ടം. സ്തോത്രം. അന്നിറങ്ങിയ പാട്ടാണ്. പെന്തക്കോസുകാരൊക്കെ അന്ന് പാവപ്പെട്ട മനുഷ്യർ, ആരോരുമില്ലാത്തവർ, കൂലിവേല ചെയ്ത് ജീവിക്കുന്നവർ. അന്നൊക്കെ ഇറങ്ങിയ പാട്ടാ. പെന്തക്കോസിൽ ചേരണം, കപ്പമീനും തിന്നണം, ബാക്കി പാടാൻ പറ്റത്തില്ല. സ്തോത്രം. അങ്ങനത്തെ ഒരു കാലഘട്ടം നമുക്കൊക്കെ ഉണ്ടായിരുന്നെന്ന്. സ്തോത്രം. നമ്മളാരും ജർമ്മനിയിൽ ഇല്ലായിരുന്നു, നമ്മളാരും അമേരിക്കയിൽ ഇല്ലായിരുന്നു, എന്തിനേറെ ഗൾഫിൽ പേർഷ്യ പോലും ഇല്ലായിരുന്നു. സ്തോത്രം. പക്ഷെ കർത്താവിന് വേണ്ടി നിന്ന പിതാക്കന്മാർ ഉണ്ടായിരുന്നത് കൊണ്ടാ ഈ രാത്രി ഞാൻ പറയട്ടെ, നമ്മൾ പല രാജ്യങ്ങളിൽ ഇരിക്കുന്നത്. കർത്താവിനെ ഒന്ന് സ്തുതിക്കണം കേട്ടോ. സ്തോത്രം. പക്ഷെ അന്ന് നമ്മുടെ പേര് പെന്തക്കോസിൽ ചേരണം, കപ്പ മീനും തിന്നണം. സ്തോത്രം. പെന്തക്കോസിനെ കർത്താവ് അങ്ങ് അനുഗ്രഹിച്ചു. സ്തോത്രം. എന്റെ ഭാഷ ഞാൻ പറയാം. പെന്തക്കോസിനെ അനുഗ്രഹിച്ചു, കപ്പ അനുഗ്രഹിച്ചു, മത്തിയെ അനുഗ്രഹിച്ചു. സ്തോത്രം. കപ്പ മത്തിന്നാ. സ്തോത്രം. അല്ലേലൂയ. എന്റെ ദൈവമക്കളെ, ജർമ്മനിയിൽ പോയിരുന്ന നിങ്ങൾ എനിക്കറിയാം എത്ര പേര് മത്തി കൂട്ടാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. അല്ലേലൂയ. എന്താ ഇതിന്റെ കാരണം? അനുഗ്രഹം വരുമ്പോ നീ കണ്ടത്, നീ കേട്ടത്, നിന്റെ സകലത്തെ സ്വർഗം അനുഗ്രഹിക്കുന്ന സ്വർഗമാണെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. മത്തിയുടെ കാര്യം പറഞ്ഞപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ US വന്നപ്പോൾ, സ്തോത്രം, ഞാൻ ഞങ്ങളുടെ ചർച്ചിന്റെ ഇൻചാർജ് ആയിട്ടാണ്. ഒരു വലിയ വീട് ഞാൻ ഒറ്റയ്ക്കും. സ്തോത്രം. വെള്ളി ശനി ഞായർ മാത്രം മീറ്റിംഗ്. സ്തോത്രം. എനിക്ക് ഇവിടുത്തെ സിസ്റ്റം ഒന്നും അറിയത്തില്ല. അമേരിക്ക ഞാൻ ആദ്യമായിട്ടാണ് വരിക. ഇപ്പോഴാണ് പിന്നെ കുറച്ച്. അപ്പൊ അവിടെ വന്നിരുന്നപ്പോ, സ്തോത്രം, എന്നെ വീട് ഏൽപ്പിച്ചു പാർസങ്ങളും ആന്റി നാട്ടിൽ പോയി. 4 മാസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. എന്റെ ജോലി ഇവിടെ സഭ നടത്തണം, വേറെ എങ്ങും പോകാനും പറ്റത്തില്ല. ഞാനൊരു ഇന്ത്യൻ ഷോപ്പിൽ പോയി. ഇന്ത്യൻ കടയിൽ ചെന്നപ്പോ പായ്ക്കിനകത്ത് നല്ല മത്തിയിരിക്കുന്നു. സ്തോത്രം. ഞാൻ മേടിച്ചു. ഉപവാസ പ്രാർത്ഥന അല്ലച്ചാ. സ്തോത്രം. നടക്കട്ടെ. സ്തോത്രം. നല്ല മത്തി പാക്കറ്റിനകത്ത് മത്തി ആയില്ലേ. ഞാൻ ഈ മത്തിയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന്, സ്തോത്രം, വീട്ടിനകത്തങ്ങ് വെച്ച് കാര്യമായിട്ട് അങ്ങ് വറുത്തു. സ്തോത്രം. വറുത്ത് കഴിഞ്ഞപ്പോൾ അവിടുന്ന് വറുത്തോണ്ടിരിക്കുമ്പോൾ അവിടുന്ന് കുറച്ച് അലാറം അടിക്കുന്നു കേട്ടു. സ്തോത്രം. ഒന്നും മനസ്സിലായില്ല. പിന്നെയാണ് അടുത്ത ഒരാഴ്ച, സ്തോത്രം, വീട്ടിനകത്ത് മൊത്തം മത്തിയുടെ സ്മെല്ലായിരുന്നു. സ്തോത്രം. എന്നാലും എന്റെ അകത്തെ ആഗ്രഹം ഉണ്ടല്ലോ, മത്തിയെ സർഗം മാനിച്ചത് കൊണ്ടല്ലേ തെരഞ്ഞു പിടിച്ചു പോയി ഞാൻ മേടിച്ചത്. ഈ രാത്രി പറയാ, അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ അതിരിങ്കൽ ജോർജായനെ ഒരു മനുഷ്യർ വീട്ടിൽ കയറ്റത്തില്ല. ഒരു മനുഷ്യർ വീട്ടിൽ കയറ്റത്തില്ല. കാരണം ഉപദേശിയ പുള്ളി മനസ്സുമെടുത്തപ്പോൾ രാത്രി പ്രാർത്ഥിക്കുന്ന സമയത്ത്, ഇത് ചരിത്രത്തിനകത്ത് എഴുതിയിട്ടുള്ളത്, രാത്രി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഓടിട്ട വീടുകൾ കാണുമ്പോൾ ആ വീടിനെ നോക്കി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിക്കണം, ദൂതനെ അപ്പോയിന്റ്മെന്റ് ചെയ്ത് പ്രാർത്ഥിക്കണം. ഈ മനുഷ്യൻ അതുപോലെ ഒരു പൊട്ടനെ പോലെ ഇത് ചെയ്തു. ഓടിട്ട വീടുകൾ കാണുമ്പോൾ ആ വീടുകളെ നോക്കിയിട്ട് കൽപ്പിക്കും, എന്റെ കൂട്ടത്തിലുള്ള ദൂതനെ ഞാൻ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നു. ചരിത്രത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു, അടുത്ത 3 മാസത്തിനകം ഓടിട്ട വീട്ടിലെ ധനാട്യന്മാർ സ്നാനക്കടവിലേക്ക് നടന്നിറങ്ങിയെന്ന് ചരിത്രമാണെങ്കിൽ, നിനക്ക് നടന്ന് കയറാൻ പറ്റാത്ത ഇടത്ത് നിന്നെ മാറ്റി നിർത്തിയിട്ട് നിന്റെ കൂട്ടത്തിലുള്ള ദൂതൻ നിനക്ക് വേണ്ടി നടന്ന് കയറുമെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുക. സ്തോത്രം. പരിശുദ്ധാത്മാവിനോട് വളരെ ശാന്തമായിട്ട് പറയാൻ പറയും. വല്ലാത്ത ഭാരപ്പെട്ട് ഈ വിഷയത്തിനകത്ത് എനിക്ക് എങ്ങനെ ആൻസർ കിട്ടും? ഈ വിഷയത്തിനകത്ത് ഞാൻ എങ്ങനെ കരകയറും? ഈ വിഷയത്തിനകത്ത് എനിക്ക് എങ്ങനെ, ആരാ എന്നെ സഹായിക്കുന്നത്? നിനക്കറിയാം നിന്റെ കൂടെ ആരുമില്ലെന്ന്. ഈ വിഷയത്തിനകത്ത് ഒരു ചാൻസും ഇല്ലെന്ന്. നിനക്ക് മറുപടി കിട്ടാൻ ഒരു ചാൻസും ഇല്ലെന്ന് നീ പറയുന്ന സമയത്ത് പരിശുദ്ധാത്മാവിനോട് അവരോട് പറയാൻ പറയുന്നു, നിനക്ക് വേണ്ടി ദൂതൻ ഇറങ്ങി നടക്കാത്ത കാര്യങ്ങൾ നടത്തി നിന്നെ വെളിയിൽ കൊണ്ടിരുന്ന ഒരു ഉപവാസ പ്രാർത്ഥന. ഈ പ്രാർത്ഥന എന്ന് പറയാൻ പരിശുദ്ധാത്മാവ് ആലോചന പറയാ. അച്ഛാ, ഈ ഉപവാസ പ്രാർത്ഥന ആ നിയോഗത്തിൽ സ്വർഗം വെക്കാൻ പറഞ്ഞതാ.
കർത്താവിന്റെ ആത്മാവിനോട് പറയുന്നു, ചില കെട്ടപ്പെട്ടതുകൾ അഴിഞ്ഞു വരും, ചില കെട്ടപ്പെട്ടത് അഴിഞ്ഞു വരും. ശുഭിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പറയുക, ചില കെട്ടപ്പെട്ടതിനെ അഴിച്ചുകൊണ്ടിരുന്ന ഒരു ഉപവാസ പ്രാർത്ഥനയായത്. സ്തോത്രം. വിശ്വസിക്കുന്നവരാമേൻ പറ. ഒന്നാമത്തെ പോയിന്റ്, നിനക്ക് നടന്നു കയറാൻ പറ്റാത്ത ഇടത്തേക്ക് നിന്നെ മാറ്റി നിർത്തിയിട്ട് നിന്റെ കൂട്ടത്തിലുള്ള ദൂതൻ നിനക്ക് വേണ്ടി നടന്നു കയറും. രണ്ടാമത്തെ പോയിന്റ്, എന്നിട്ട് പ്രാർത്ഥിക്കാൻ പോവാ. സ്തോത്രം. 7 പോയിന്റ് ഉണ്ട്. സ്തോത്രം. അത് പിന്നെ പറയാം. രണ്ടാമത്തെ പോയിന്റ്, നിന്റെ സംസാരശേഷി നഷ്ടപ്പെട്ടിടത്ത് നിന്നെ മാറ്റി നിർത്തിയിട്ട് നിന്റെ കൂട്ടത്തിലുള്ള ദൂതൻ നിനക്ക് വേണ്ടി സംസാരിക്കും. ആമേൻ പറഞ്ഞു. രണ്ടാമത്തെ ദൂതൊന്ന് ശ്രദ്ധിക്കണം. നിന്റെ സംസാരശേഷി നഷ്ടപ്പെട്ടിടത്ത് നിന്നെ മാറ്റി നിർത്തിയിട്ട് നിനക്ക് വേണ്ടി ദൂതൻ സംസാരിക്കുന്നു. സ്തോത്രം. പലപ്പോഴും നീ പരാജയപ്പെട്ട് എതിർവായിക്ക് മറുവാ പറയാൻ പറ്റാതെ നിന്റെ വായ അടഞ്ഞു പോകുന്ന സമയത്ത് പരാജയം സംഭവിച്ച് നീ തലതാത്തുമ്പോൾ നിനക്ക് വേണ്ടി ദൂതൻ സംസാരിക്കും. നീ ക്രിസ്ത്യാനിയാണെങ്കിൽ, നീ വിശുദ്ധനാണെങ്കിൽ, നീ വേർപാടുള്ളവനാണെങ്കിൽ, ഇന്ന് രാത്രി സ്വർഗം പറയാ, നിന്റെ തല താത്ത് കളയാൻ സ്വർഗം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി ആമേൻ പറഞ്ഞ് പരിശുദ്ധാത്മാവ് പറയാ, ജോലി ചെയ്യുന്നവരോട് പറയുന്നു, അധ്വാനിക്കുന്നവരോട് പറയുന്നു, ഇന്ന് രാത്രി അടയ്ക്കാൻ നിൽക്കുന്ന പൂജബലം, നിന്റെ നാവിന്റെ ശക്തി അർത്ഥം നിന്റെ വാക്കിനെ കെടുത്തിക്കളഞ്ഞ് നിന്നെ പരാജയപ്പെടുത്താൻ നിൽക്കുന്ന ശക്തിയുടെ മുമ്പിൽ സ്വർഗം നിന്നോട് പറയുക, നിനക്ക് വേണ്ടി കുഞ്ഞ് ദൂതന്മാർ സംസാരിക്കുന്ന ഒരു സീസൺ ഈ രാത്രി ഓപ്പൺ ആകുക. ആമേൻ പറഞ്ഞു. സ്വീകരിക്കാമോ? അതെ, നമ്മുടെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ദൂതന്മാർ ഇറങ്ങാച്ചാ. യോശുവ ദൈവദാസനെ സ്തോത്രം അങ്ങനെ ഇറങ്ങുന്നു. സ്തോത്രം. ഞാൻ ഈ ചെറുപ്പം മുതലേ പെന്തക്കോസിലായിരുന്നുകൊണ്ട് ഒത്തിരി പ്രവാചകന്മാർ എൻ്റെ തലയെ കൈവച്ച് പറയും, നിന്നെ ഞാൻ ശുശ്രൂഷനാക്കി. എനിക്കിതൊന്നും ഇഷ്ടമില്ലായിരുന്നു. സ്തോത്രം. ഒട്ടും ഇഷ്ടമില്ലാഞ്ഞ പണിയാണ് ഊദേശി പരിപാടി. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ഊദേശി പരിപാടി ചെയ്യാതെ പോയി കർത്താവിനെ അറസ്റ്റ് ചെയ്തു, തിരിച്ചു കൊണ്ടിരുന്നു ഊദേശിയാക്കി. ഊദേശിയാക്കി കഴിഞ്ഞപ്പം തൊട്ട് പ്രവാചകന്മാരെല്ലാം എന്നോട് പറയും, നിന്നെ ഞാൻ ഒത്തിരി രാജ്യങ്ങളിലയക്കും. സ്തോത്രം. ആദ്യമൊക്കെ കേൾക്കുമ്പോൾ ഇത് സന്തോഷമായിരുന്നു, പിന്നെ കേൾക്കുമ്പോൾ ഇത് ഒരു ഇറിറ്റേഷനായി മാറാൻ തുടങ്ങി. അങ്ങനെയല്ലേ? സ്തോത്രം. അല്ലെങ്കിൽ പിന്നെ കേൾക്കുമ്പോൾ ഇത് ഇവർക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലാഞ്ഞിട്ട് പറയുന്നതെന്നൊക്കെ ചിന്തിച്ചു. സ്തോത്രം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പാസ്റ്റർ എന്നോട് പറഞ്ഞു, നിന്നെ ഞാൻ അമേരിക്കയ്ക്ക് അയക്കും. എൻ്റെ ഭാഷ പറഞ്ഞ്, പിള്ളേരുടെ ഭാഷ പറഞ്ഞ്, അപ്പൊ എൻ്റെ ഹൃദയത്തിനകത്തൊരു ലഡു പൊട്ടി. സ്തോത്രം. അല്ലെങ്കിൽ പിള്ളേരുടെ ഭാഷയാണ് അച്ഛൻ, നിങ്ങൾക്ക് അറിയത്തില്ല, പിള്ളേരുടെ ഭാഷയാണ്. അപ്പൊ എൻ്റെ ഹൃദയത്തിനകത്തൊരു ചെറുത് ലഡു പൊട്ടി. ശരിയാണ്, അമേരിക്കക്കൊക്കെ പോയാൽ നല്ല രസമായിരിക്കും. സ്തോത്രം. ഇപ്പോഴല്ലേ മനസ്സിലായത്, അതവിടെ നിൽക്കട്ടെ. സ്തോത്രം. അല്ലെങ്കിൽ അപ്പൊ ഈ ലഡു പൊട്ടി. ഞാൻ അന്നോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ എന്നെ അമേരിക്കയിൽ അയക്കണമേ. ഒരു ദിവസം കർത്താവിന്റെ പ്രാർത്ഥന കേട്ടു. ഒരു ദിവസം ഞങ്ങളുടെ ചർച്ചിൽ നിന്ന് ന്യൂജേഴ്സിയിൽ നിന്ന് പാസ്റ്ററിനെ വിളിച്ചു, പാസ്റ്ററുകൾ എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, പാസ്റ്ററുകൾ ഞാൻ നാട്ടിൽ പോവാണ്, 4 മാസത്തിന് ബിരോ പാസ്റ്റർ ഞങ്ങൾ പാസ്റ്ററായിട്ട് ഇവിടെ അമേരിക്ക വെക്കാൻ പോവാ. സ്തോത്രം. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കണം. എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ 2 ചാട്ടം 4 അന്യഭാഷ ഉറക്കെ പറഞ്ഞു. സ്തോത്രം. എന്റെ ഭാര്യ ഷെയർലി ഓടി വന്നു, എന്നാ അച്ചാച്ച? ഞാൻ പറഞ്ഞു, എന്നെ അമേരിക്കയിൽ നിന്ന് വിളിച്ചിടി. സ്തോത്രം. അവള് ചിരിക്കുന്നില്ല, ഞാൻ ഭയങ്കര ചിരി. സ്തോത്രം. എന്നെ അമേരിക്കയിൽ നിന്ന് വിളിച്ചിടി. സ്തോത്രം. അവൾ എന്നോട് ചോദിച്ചു, അച്ചാച്ച ഇനി ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അച്ചാച്ചനെ അത് അറ്റൻഡ് ചെയ്തു. അപ്പോഴേ എനിക്കും ബോധം വന്നത്. സ്തോത്രം. ഏതാ എംബസിയിൽ ഒരു ഇന്റർവ്യൂ ഉണ്ട്. സ്തോത്രം. പ്രാർത്ഥിച്ചു, അങ്ങനെ ഡേറ്റ് എടുത്തു. ശ്രദ്ധിക്കണം, നിന്റെ സംസാരശേഷി നഷ്ടപ്പെട്ടെടുത്ത് നിനക്ക് വേണ്ടി ദൂതൻ സംസാരിക്കും. ഇതാ സബ്ജക്റ്റ്, മനസ്സിലാക്കണം. എനിക്ക് ഇന്റർവ്യൂവിന് ഡേറ്റ് കിട്ടി കഴിഞ്ഞ വർഷം 2024 ജൂലൈ 1-ാം തീയതി കൽക്കട്ടയിൽ. എൻ്റെ ഏജന്റ് അങ്കിൾ എന്നോട് പറഞ്ഞു വിട്ടു, അവിടെ ചെന്ന് മലയാളം ട്രാൻസ്ലേഷൻ എടുക്കണം, കാരണം നമ്മുടെ ഇംഗ്ലീഷ് ചിലപ്പം മദാമയ്ക്കും സായിപ്പിനും പിടിക്കത്തില്ല, ഇഷ്ടപ്പെടത്തില്ല. ഞാൻ അങ്ങനെ പോയി, വെള്ള ഷർട്ടൊക്കെ ഇട്ട് പോയി. രാവിലെ അവിടെ ചെന്നു, ഗേറ്റിംഗിൽ നിന്ന് സെക്യൂരിറ്റി ഓഫീസറോട് ചോദിച്ചു, ഇവിടെ ട്രാൻസ്ലേഷൻ ഉണ്ടോ? പുള്ളി പറഞ്ഞു ഉണ്ട്. ഞാൻ ചോദിച്ചു, ഏതാ? ഹിന്ദി ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ബംഗാളി ഉണ്ട്. സ്തോത്രം. ഞാൻ എൻ്റെ കാര്യം തീരുമാനമായി, അതോടെ തീരുമാനമായി. സ്തോത്രം. ഹിന്ദി അത്യാവശ്യം അറിയാം. സ്തോത്രം. ഇംഗ്ലീഷ്, സ്തോത്രം, അല്ലെങ്കിൽ ബംഗാളി നാട്ടിൽ കൂടെ നടക്കുന്നത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ, ഇതൊന്നും നമുക്കറിയത്തില്ല. സ്തോത്രം. ഞങ്ങളെ 5 പേരെ കയറ്റി. ഞാൻ 5ാമത് നിൽക്കുക. എന്റെ മുമ്പിൽ നിൽക്കുന്നത് 4 പേർ. ഒരു ബ്ലാക്ക് ലേഡി ആണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. സ്തോത്രം. 4 പേരും പുള്ളിക്കാരി ഉരുട്ടി പാസ്പോർട്ട് തിരിച്ചു കൊടുത്തു. വിസ കിട്ടിയില്ല. 4 പേരും റിജക്ട് ചെയ്തു. 4ാമത്തെ അവനെ ഉരുട്ടുമ്പോൾ പരിശുദ്ധാത്മാവിനോട് തടിമാടൻ, നല്ല വൈറ്റ് ഒരാള്, പുള്ളി വെളുത്ത, ഞാൻ കറുത്ത, അതുകൊണ്ടാ പറഞ്ഞു പുള്ളി വെളുത്താന്ന് പറഞ്ഞു. സ്തോത്രം. ഉരുട്ടുന്ന സമയത്ത് ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചു. ഞാൻ തീരുമാനിച്ചു, ഏതായാലും ഇത് കിട്ടത്തില്ല,
മദർ തെരേസയുടെ ആശ്രമമുണ്ട് കൽക്കട്ടയിൽ, അത് പോയി കാണാം. പിന്നെ ഞങ്ങളുടെ എല്ലാം സ്തോത്രം ഞങ്ങൾ സെമിനാരി ഒക്കെ പഠിച്ചത് കൊണ്ട് വില്ലങ്കേറി സ്തോത്രം അവിടെ വന്ന് നമ്മുടെ സെറാംപൂർ യൂണിവേഴ്സിറ്റി അവിടെ ഉണ്ട്, അത് പോയി കാണാമെന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ പ്ലാൻ ചെയ്തു. ഏതായാലും വന്നതല്ലേ, ഒരു ദിവസമുണ്ട്. പെട്ടെന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞേടാ, നിന്റെ പ്രസംഗത്തിന്റെ ഒന്നാമത്തെ പോയിന്റ് എന്തുവാ? ഞാൻ പറഞ്ഞു, നിനക്ക് നടന്നു കയറാൻ പറ്റാത്ത ഇടങ്ങളിലേക്ക് നിന്നെ മാറ്റിയെടുത്തിട്ട് ദൂതൻ അപ്പോയിന്റ്മെന്റ് ചെയ്യടാ. ഞാൻ ആ സഹോദരിയെ നോക്കി അപ്പോയിന്റ്മെന്റ് ചെയ്തു. അന്നേരത്തിന് 4ാമത്തെ അവനെ റിജക്ട് ചെയ്തു. 5ാമത് ഞാൻ ചെന്നു, എന്റെ പാസ്പോർട്ട് മേടിച്ചു, എന്നെ നോക്കി ചിരിച്ചു കാണിച്ചു, ഞാനും ചിരിച്ചു കാണിച്ചു. എന്നോട് ചോദിച്ചു, യു ആർ പാസ്റ്റർ? ഞാൻ പറഞ്ഞു, അതെ പാസ്റ്റർ. പെട്ടെന്ന് ഈ പുള്ളിക്കാരി എന്നോട് പറയാ, നിനക്ക് ഇഷ്ടമുള്ള ബൈബിളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്യം കാണാതെ പറയാ. സാധാരണ ഇവര് പറയുന്ന ഉപദേശിയാന്ന് പറഞ്ഞ് ഒരു ഉപദേശിക്ക് അറിയാൻ പറ്റിയ ഒരു വാക്യം കണ്ടുപിടിക്കും, എന്നിട്ട് അതിന്റെ റെഫറൻസ് ചോദിക്കും. നമ്മളോടൊക്കെ ചോദിച്ചാൽ, അല്ലേ ചോദിച്ചാൽ നമ്മളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സ്തോത്രം ഞങ്ങളൊക്കെ നിന്ന് കറങ്ങും. സ്തോത്രം, ഹല്ലേലൂയ. പുള്ളിക്കാരി എന്നോട് തിരിച്ചു പറഞ്ഞു, ഇഷ്ടപ്പെട്ട വാക്യം കാണാതെ പറയുക. ഞാൻ അവരോട് എന്റെ ഇംഗ്ലീഷ് പറഞ്ഞു, മാഡം ഞാനൊരു മലയാളി പാസ്റ്റർ, എനിക്ക് ഇംഗ്ലീഷ് അത്ര ഫ്ലുവന്റ് അല്ല, മലയാളത്തിൽ പറഞ്ഞോട്ടെ. ഇവരെന്നെ കൈ കാണിച്ചു. ഞാൻ എല്ലാവരും കേൾക്കുന്നത് പോലെ ഉറക്കെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാ, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഇത് പറഞ്ഞു തീർന്ന ഉടനെ മദാം എന്നോട് പറയാ, യുവർ വിസ അപ്രൂവൽ. നിന്റെ സംസാരശേഷി നഷ്ടപ്പെട്ടിടത്ത് നിന്നെ മാറ്റി നിർത്തിയേച്ച് നിനക്ക് വേണ്ടി സംസാരിക്കുന്ന ദൂതന്മാരെ ഈ രാത്രി സ്വർഗമിറക്കുകയെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുമ്പോൾ എത്ര പേരെ ആമേൻ പറയും? സ്തോത്രം. 2 പോയിന്റ്. 1, നിനക്ക് നടന്നു കയറാൻ പറ്റാത്ത ഇടങ്ങളിലേക്ക് നിന്റെ കൂട്ടത്തിലുള്ള ദൂതൻ നിനക്ക് വേണ്ടി നടന്നു കയറും. 2, നിന്റെ സംസാരശേഷി നഷ്ടപ്പെട്ടിടത്ത് നിന്നെ മാറ്റി നിർത്തിയിട്ട് നിനക്ക് വേണ്ടി ദൂതൻ സംസാരിക്കും. കണ്ണുകളെ അടയ്ക്കാം, നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നു. സ്തോത്രം. ഈ രാത്രി കണ്ണുകളെ ഒന്ന് അടച്ച് ഒറ്റ കാര്യം മാത്രം, ദൂതന്റെ ആവശ്യകത. ദൂതൻ നിന്റെ കൂടെ ചലിക്കണമെങ്കിൽ നീ ക്രിസ്ത്യാനിയായിരിക്കണം, നീ വിശുദ്ധനായിരിക്കണം, നീ വേർപാടുള്ളവനായിരിക്കണം. ഇന്ന് രാത്രി കണ്ണുകൾ അടച്ച് ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ചില വഴികൾ ഈ ഉപവാസ പ്രാർത്ഥന തുറന്നു വരും കേട്ടോ. അടഞ്ഞത് ചിലത് തുറന്നു വരും. മാനുഷിക വാക്കുകൾ കൊണ്ട് അടച്ച് കളഞ്ഞത്, നിനക്ക് സംസാരിക്കാൻ കഴിവില്ലാത്തടത്ത് ദൂതന്മാരെ അയച്ച് സ്വർഗം നിനക്ക് വേണ്ടി സംസാരിക്കുമെന്ന് ഈ രാത്രി പരിശുദ്ധാത്മാവി ഞാൻ വിളിച്ചു പറയുമ്പോൾ എത്ര പേര് അത് സ്വീകരിക്കും? ഇന്ന് രാത്രി ചിലതിലേക്ക് ആ ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന കാഴ്ച സ്വർഗം എന്നെ കാണിക്കുക. കണ്ണുകളെ അടച്ചോ, ഞാൻ പ്രാർത്ഥിക്കട്ടെ. സമർപ്പിക്കാമോ? ദൈവ പ്രവർത്തിക്ക് വേണ്ടി നിങ്ങളെ ഒന്ന് സമർപ്പിച്ചേ. കർത്താവേ, ഈ നല്ല രാത്രിക്കായി സ്തോത്രം. കൂടപ്പെട്ട ജനത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അഭിഷിക്ത വൃന്ദത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ പ്രാർത്ഥനാ യോഗത്തെയും ഈ സഭ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ്, ഇന്ന് രാത്രി ചിലതിന്റെ ജീവിതത്തിൽ ദൂതന്മാർ ഇറങ്ങട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ജനത്തിന് വേണ്ടി ഈ രാത്രി ഞാൻ ദൂതന്മാരെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നു. അസാധാരണ ചലനമുണ്ടാകട്ടെ. ഈ ജനത്തെ ഞാൻ പിതാവിന്റെയും പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. ഇവർ അനുഗ്രഹിക്കപ്പെട്ടു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.